ഭയങ്കര ഇൻട്രസ്റ്റിംഗ് റൈറ്ററും ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് എഴുതുന്ന ഫിലിം മേക്കറൊക്കെ ആയിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന രഞ്ജിയേട്ടൻ്റെ ഫിലിമിൽ ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു. ഫസ്റ്റ് ഫിലിം വിത്ത് ലാൽ സാർ, സെക്കൻഡ് ഫിലിം മമ്മൂക്ക, കരിക്കാമുറി ഷൺമുഖൻ. അതെ അത് IPL സമയത്ത് 30 ദിവസവും ഓരോ ദിവസവും യു ഡോണ്ട് നോ വാട്ട്സ് കമ്മിങ് അപ്പ് നെക്സ്റ്റ്. എൻ്റെ കുട്ടികളുമായിട്ട് ചില സമയത്ത് ഇപ്പം എനിക്ക് അവരുടെ ഭാഷ പോലും ഇപ്പം മനസ്സിലാവാറില്ല. വീട്ടുകാർ പോലും വിളിക്കുന്ന ജോർജ് സാർ. എൻ്റെ പുറകിൽ നിന്ന് പോലും ആരെങ്കിലും എന്തിനെപ്പറ്റി രഹസ്യം പറഞ്ഞാൽ പോലും ഞാൻ പിടിക്കും. അതിലെന്തെങ്കിലും ഉണ്ടല്ലോ. ഞാൻ സ്പെസിഫിക്കലി മുദ്രകളൊന്നും ലാലേട്ടൻ്റെ അടുത്ത് പറഞ്ഞു കൊടുത്തിട്ടില്ല. ഒരു സിനിമ ചെയ്യണം, അതിൻ്റെ പ്രോസസ്സിലാണ്. അഭിനയിക്കും വേണം. പോലീസുകാരല്ലേടാ പോലീസുകാർക്ക് കൂട്ടു വയ്ക്കണ്ടേ, നമ്മുടെ സുധീഷിൻ്റെ പെങ്ങളുടെ കല്യാണമല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇടയ്ക്ക് ലൈൻ മറന്നു പോകും. പ്ലെയിനിൻ്റെ അകത്ത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അവർക്ക് ആരും അറിയില്ല ഷാറുഖ് ഖാൻ പോലത്തെ ഒരു മനുഷ്യൻ ഇതിൻ്റെ അകത്ത് വരുമെന്നോ ഒന്നും അറിയില്ല. അവർക്ക് ഫോണിൽ അധികം സമയം സ്പെൻഡ് ചെയ്യാതിരിക്കുക. വിരാട്ടിനൊക്കെ എനിക്ക് ആക്ച്വലി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു സിറ്റുവേഷൻ ഞാൻ കണ്ടിട്ടുണ്ട് പെർഫോമറായി മാറുന്നത്. അത് ലാലേട്ടനാണെങ്കിലും വിൻസ് മേനേജിലൊക്കെ നമുക്ക് കണ്ണിൽ നനവ് കാണാം പെർഫോം ചെയ്യുന്ന സമയത്ത്. അച്ഛൻ്റെ കാര്യത്തിൽ വി നെവർ യൂസ്ഡ് എനി സെലിബ്രിറ്റി. ഓപ്പോസിറ്റ് സൈഡ് ഭാരതി അല്ലെങ്കിൽ എയർടെൽ, മിസ്റ്റർ ബച്ചൻ, സച്ചിൻ ടെണ്ടുൽക്കർ ഇല്ലാത്ത ആരുമില്ല. നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് സ്ഥിരമായിട്ട് ഇതേപോലെ നമ്മുടെ കസിൻസും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് എത്രയോ പ്രാവശ്യം ഇതേപോലെ ട്രെയിൻ കളിച്ച് നടന്നിട്ടുണ്ട്. റഹ്മാനുമായിട്ട് വർഷങ്ങളായിട്ടുള്ള ബന്ധമുണ്ട്. ധാരാളം പ്രൊജക്റ്റുകൾ ചെയ്തിട്ടുണ്ട്. ശ്രീനിയേട്ടൻ എന്നെ വിളിച്ചിട്ട് മുഖവരിയൊന്നും ഇല്ല സാധാരണ അദ്ദേഹത്തിന് സംസാരിക്കുന്ന സമയത്ത്. നേരെ വിളിക്കും, തുണ്ട കഷ്ടം എന്ന് പറഞ്ഞ എന്താണ് അർത്ഥം? ഗുഡ് ഈവനിങ്. താങ്ക് യു പ്രകാശ് ചേട്ടാ. ഗുഡ് ഈവനിങ് ഓൾ. എനിക്ക് തോന്നുന്നത് ആർദ്ര വളരെ വിശദമായിട്ട് തന്നെ പരിചയപ്പെടുത്തി. അപ്പോൾ ഒരുപാട് ഔപചാരികമായിട്ടുള്ള ദീർഘമായ പരിചയപ്പെടുത്തലുകൾ വേണ്ട. എൻ്റെ ഒരു പേഴ്സണൽ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ആക്ച്വലി പ്രകാശ് വർമ്മ എന്ന് പറയുന്ന നിർമ്മാണയുടെ തലപ്പത്തുള്ള ഇന്ത്യൻ ക്രിയേറ്റീവ് ഇൻഡസ്ട്രിയുടെ പരസ്യ ചിത്രരംഗത്തെ അതികായനെ കുറേ കാലമായിട്ട് ഇൻ്റർവ്യൂ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. തുടരും ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ പലതരത്തിൽ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ വഴിയൊക്കെ ട്രൈ ചെയ്തിരുന്നു. ഭാഗ്യവശാൽ തുടരും എന്ന് പറയുന്ന സിനിമ റിലീസ് ചെയ്തതിന് ശേഷം പ്രകാശ് ചേട്ടൻ അനുവദിച്ച ആദ്യത്തെ അഭിമുഖം അതെ നമ്മൾ ഒന്നിച്ചുള്ളതായിരുന്നു. സ്വന്തം വീട്ടിൽ വെച്ച് തന്നെ, അതായത് വലിയ 7 വർഷത്തെ പ്രയത്നത്തിന് ശേഷം ഉണ്ടാക്കിയൊരു വീട്ടിൽ വെച്ചിട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ കുറച്ചുകൂടി ഒരു ക്രിയേറ്റീവ് ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഇന്ത്യൻ പരസ്യ ചിത്രരംഗം എന്നുള്ള രീതിയിൽ ഫോക്കസ് ചെയ്ത് സംസാരിക്കാൻ തോന്നുന്നു. ആദ്യം ചോദിക്കാനുള്ളത്, ഇത് ഫ്യൂച്ചർ സമ്മിറ്റ് എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഇപ്പം തന്നെ ആളുകളുടെ അറ്റൻഷൻ സ്പാനൊക്കെ 40 സെക്കൻഡ് 30 സെക്കൻഡ് എന്നൊക്കെ പറഞ്ഞ രീതിയിലേക്ക് എൻ്റെ ചെറിയ ദൈർഘ്യത്തിലേക്കാണ് പോകുന്നത്. ഒരു 3 മിനിറ്റും 4 മിനിറ്റൊക്കെയുള്ള പരസ്യ ചിത്രങ്ങൾ, അത് എല്ലാ കാലത്തേക്കുള്ളൊരു വിഷ്വൽ മെമ്മറി, ബ്രാൻഡിനപ്പുറത്തേക്ക് അത് കാണുന്ന ആസ്വാദകൻ്റെ എല്ലാ കാലത്തേക്കുള്ളൊരു വിഷ്വൽ മെമ്മറിയിൽ പതിഞ്ഞെടുത്തുന്നതാണ് നമ്മൾ ഓരോ, അത് ഇന്ത്യൻ സ്റ്റീൽ മുതലുള്ള, അത് ചേതക്കിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള, തായ്ലൻഡിൽ ചെയ്തിട്ടുള്ള ആഡടക്കം ആളുകൾ ഓർത്തെടുക്കുന്ന, വിൻസ്മേൻ്റെ അടക്കം ഓർത്തെടുക്കുന്നത്. ഈ പറയുന്ന ഫ്യൂച്ചറിൽ, അതായത് നമ്മളൊരു 10-20 വർഷത്തിന് ശേഷം ആളുകൾ ഒരു ബ്രാൻഡിലേക്ക് അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റിലേക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും കോൺസെപ്റ്റിലേക്ക് ഏറ്റവും ഹൃദയത്തോട് അടുപ്പിക്കാവുന്ന ഒരു പരസ്യചിത്രത്തിൻ്റെയൊക്കെ ആലോചന വരുന്ന സമയത്ത് ദൈർഘ്യം അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റോറി ടെല്ലിങ്, അതിലേക്ക് ഏത് തരത്തിലുള്ള മാറ്റങ്ങൾ വരാനായിരിക്കും സത്യം സാധ്യതയുള്ളത്? 20 വർഷത്തിന് ശേഷമുള്ള കാര്യങ്ങൾ അറിയാമായിരുന്നെങ്കിൽ എവിടെ എത്തിയേനെ. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ടെക്നോളജി ഇപ്പം ഞാൻ തന്നെ ഇപ്പം ഈ ഇൻഡസ്ട്രിയിൽ പ്രവർത്തിച്ച് തുടങ്ങിയിട്ട് ഐ തിങ്ക് ഓൾമോസ്റ്റ് 30 ഇയേഴ്സായി. അതായത് എൻ്റെ സ്വന്തം സ്ഥാപനമായ നിർവാണ തുടങ്ങിയിട്ട് ഇപ്പോൾ 25 ഇയേഴ്സ് ജസ്റ്റ് പൂർത്തിയായി. പക്ഷേ അതിനു മുമ്പ് തന്നെ ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഫിലിം മേക്കിംഗ് അതിന് മുമ്പേ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ഓൾമോസ്റ്റ് 30 ഇയേഴ്സായി കാണും. ഈ 10-30 വർഷം തന്നെ ഇൻഫാക്റ്റ് കഴിഞ്ഞ 10 വർഷത്തിലുണ്ടായ മാറ്റങ്ങൾ വളരെ ഫാസ്റ്റായിരുന്നു, വളരെ പെട്ടെന്നായിരുന്നു. പക്ഷേ മാറ്റങ്ങൾ എപ്പോഴും സംഭവിച്ചുകൊണ്ടേയിരിക്കും. ഇനിഷ്യൽ സ്റ്റേജിൽ ഫോർ എൻ എക്സാമ്പിൾ നമ്മൾ ഫിലിം ക്യാനിലാണ്, റോ ഫിലിമിലാണ് ഷൂട്ട് ചെയ്യുന്നത്. അധികം സമയം എടുക്കാതെ തന്നെയാണ് അത് ഡിജിറ്റൽ ഫോമാറ്റിലോട്ട് മാറുന്നത്. 3-4 വർഷമൊന്നും എടുത്തിട്ടായിരുന്നില്ല, 6 മാസം കൊണ്ടൊക്കെയാണ് ലാബുകൾ അടച്ചു പൂട്ടുകയും നമ്മൾ ഡിജിറ്റലായിട്ട്
നമ്മൾ ഷൂട്ട് ചെയ്യാൻ തുടങ്ങുന്നതൊക്കെ. ഇപ്പോൾ ക്യാമറയുടെ രീതിയിൽ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്തുള്ള എക്സ്പോഷർ, അങ്ങനെ ഒക്കെ പെട്ടെന്ന് നമ്മൾ അഡാപ്റ്റ് ചെയ്യേണ്ട ഒരവസ്ഥ വന്നു. പക്ഷെ അതിനുശേഷം എന്തെല്ലാം മാറ്റങ്ങളാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നടന്നത്. AI പോലത്തെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി, അങ്ങനെ പല പല കാര്യങ്ങളും. അത് തീർച്ചയായിട്ടും അതിൻ്റെ സ്പീഡ് കൂടിക്കൊണ്ടേയിരിക്കുകയുള്ളൂ. ധാരാളം മാറ്റങ്ങൾ വരും. ആ മാറ്റങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ അത് എപ്പോഴെങ്കിലും അതിനെപ്പറ്റി നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും അത് അഡാപ്റ്റ് ചെയ്യുകയും ചെയ്യുക എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എന്നാലേ നമുക്ക് അപ്ഡേറ്റ് ചെയ്ത് അതിനനുസരിച്ച് നമുക്ക് കഥ പറയാനോ അല്ലെങ്കിൽ എന്തൊരു വിഷ്വൽ മീഡിയം കണക്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ അത് മനസ്സിലാക്കുക എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഇൻഫാക്റ്റ് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, പീയൂഷ് പാണ്ഡെ, അദ്ദേഹം ഇപ്പം നമ്മുടെ കൂടെ ഇല്ല. എന്നെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്ത ഹ്യൂജ് ഹ്യൂമങ്കസ് ഗ്ലോബൽ ഫിഗർ ആയിരുന്നു പീയൂഷ്. ഹി വാസ് ഹെഡ് ഓഫ് ഒഗിൽവി ആൻഡ് മാത്തർ, ചെയർമാൻ വേൾഡ് വൈഡ്. പീയൂഷുമായിട്ടൊക്കെ എൻ്റെ ബന്ധം വർഷങ്ങളോളം ഞങ്ങൾ ഒരുമിച്ച് ചെയ്ത പല പല ക്യാമ്പയിൻ, പല ബ്രാൻഡുകൾ. ഇൻഫാക്ട് വി ജസ്റ്റ് സ്റ്റാർട്ടഡ് അവരൊക്കെ മോസ്റ്റ്ലി ചെറിയ ബ്രാൻഡുകളായിരുന്നു. ഇന്നതൊക്കെ വളരെ വലിയ ബ്രാൻഡുകളാണ്. അപ്പോൾ അതിനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. പീയൂഷുമായിട്ടുള്ള ഇൻറ്ററാക്ഷനിലൊക്കെ പല സമയത്ത് ഞാൻ മനസ്സിലാക്കിയ, വളരെ ഏർലി സ്റ്റേജിൽ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെ തന്നെയാണ് പല സമയത്തും എനിക്ക് ഗുണം ചെയ്തത്. അപ്പോൾ അതേ എപ്പോഴും പറയുന്നൊരു കാര്യം, എസ്പെഷ്യലി കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഫോൺ മാത്രം നോക്കിയിരിക്കുന്നതിന് പകരം ഫോണിൽ നിന്ന് തലയെടുത്ത് നമ്മുടെ ചുറ്റുപാടും നോക്കിയാൽ, അത് നമ്മുടെ വീട്ടിലായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടും നടക്കുന്ന കാര്യങ്ങളിൽ നമുക്ക് പലതും കാണാനും അതിൽ നിന്നൊക്കെ നമുക്ക് പല ഐഡിയാസും ഇൻസ്പയർ ചെയ്യാൻ പറ്റും. അപ്പോൾ പീയൂഷിൻ്റെ പല വർക്കുകളും വളരെ റൂട്ടഡ് ആയിരുന്നു. പുള്ളി ജനിച്ച് വളർന്നതൊക്കെ രാജസ്ഥാനിലാണ്. ഇഫ് യു റിമെമ്പർ ഫെവിക്കോളിൻ്റെ ഒക്കെ ക്യാമ്പയിൻ, വെദർ ഇറ്റ്സ് ട്രക്ക് ക്യാമ്പയിനോ എന്തായാലും അതിനൊക്കെ നമുക്ക് ഈ പറയുന്ന ഒരു രാജസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ട വളരെ റൂട്ടഡ് ആയിട്ടുള്ള സ്റ്റോറിയും ഇമേജസും, പക്ഷേ വളരെ ഗ്ലോബൽ യൂണിവേഴ്സൽ ആയിട്ടുള്ള ഫീൽ അതിനൊക്കെ ഉണ്ടായിരുന്നു. ലോകത്ത് എവിടെ നിന്ന് കണ്ടാലും നമുക്ക് അതിൻ്റെ ഹ്യൂമൻ ആണെങ്കിലും ഏത് തരത്തിലുള്ള ഇമോഷനും നമുക്ക് മനസ്സിലാവുന്നു. അപ്പോൾ അതൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമായിട്ട് തോന്നുന്നത് പല സമയത്തും. ഇൻഫാക്റ്റ് ഞാൻ തന്നെ അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി. അത് ഭീകരമായിട്ട് എനിക്ക് വർക്ക് ചെയ്തു. അതായത് നമുക്കറിയാവുന്ന, നമുക്ക് ചുറ്റുപാടും നടക്കുന്ന കാര്യങ്ങളിൽ നിന്ന് നമുക്ക് ഇമോഷൻ കണ്ടെത്താൻ പറ്റും, ഒരു കഥ ഉണ്ടാക്കാൻ പറ്റും, ഒരു ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഈ പറയുന്ന പോലെ 20 വർഷം ശേഷമല്ല, 100 വർഷത്തിന് ശേഷവും നമുക്കൊക്കെ കഥകളുള്ള മനുഷ്യരാണ്. എത്രയൊക്കെ മാറ്റങ്ങൾ ഉണ്ടായാലും അതിൻ്റെ ക്രക്സ്, ഡീപ്പ് ഡൗൺ ക്രക്സ് ഓഫ് ദ സ്റ്റോറി ഓർ എൻ ഐഡിയ, അത് വളരെ സിമ്പിളും ഇമോഷണലും ആണെങ്കിൽ ഇറ്റ് വിൽ 100% ഇറ്റ് വിൽ വർക്ക് ഈവൻ ആഫ്റ്റർ 200 years. ഈ പീയൂഷ് പാണ്ഡെയുടെ കാര്യം പറഞ്ഞുകൊണ്ട് അതിൽ തന്നെ ചേർത്ത് ചോദിക്കാം. ഇപ്പോൾ ഇന്ത്യൻ സ്റ്റീലിൻ്റെ ഞാൻ വിളിക്കുന്ന ആ വീഡിയോ പ്ലെയിൻ ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമുക്ക് ആഡ്. ഇതെന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പോലും എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ളത്, ഇവിടെ ഇരിക്കുന്ന പ്രകാശ് വർമ്മയുടെ പ്രായത്തിൽ പ്രകാശ് വർമ്മ പുതുതായിട്ടൊരു ഐഡിയേഷൻ നടത്തുമ്പോൾ പോലും പ്രകാശ് വർമ്മയിലെ കുട്ടിയുടെ കൗതുകം, അല്ലെ കുട്ടിയുടെ അനുഭവാന്തരീക്ഷത്തെയാണ് ഏറ്റവും കൂടുതൽ ഈ പറയുന്ന ആലോചനകൾ സ്വാധീനിക്കുന്നത്. ഇന്ത്യൻ സ്റ്റീലിൻ്റെ ആ സീരീസ് എടുത്തു കഴിഞ്ഞാൽ അവിടെ കംപ്ലീറ്റ്ലി സൗണ്ട് സ്കേപ്പിന്, ഇപ്പം നമ്മൾ ഓഡിയോ വിഷ്വൽ മീഡിയ എന്നുള്ള രീതിയിൽ സൗണ്ടിൻ്റെയൊക്കെ ഇൻസ്റ്റലേഷൻ സ്വഭാവത്തിൽ സൗണ്ടിനെ ഒരു എക്സിബിറ്റ് ചെയ്യുന്ന രീതിയിൽ ചെയ്യാറുണ്ട്. പക്ഷെ അന്നത്തെ ആലോചനയിൽ സ്കൂൾ സീരീസ് ആണെങ്കിലും ഈ വീഡിയോയിലാണെങ്കിലും ഇമോഷൻസ് ആണ് നമ്മളിതിൽ കണ്ടത്. മറ്റേ സ്കൂളിൻ്റെ വീഡിയോ എന്ന് പറയുന്ന സ്ഥലത്ത് അതിൽ സൗണ്ട് സ്കേപ്പിലാണ് കംപ്ലീറ്റ് വർക്ക് ചെയ്യുന്നത്. ഒരു അലാം ക്ലോക്കിൽ സെക്കൻഡ് സൂചിയുടെ ശബ്ദം തുടങ്ങുന്നിടത്തുനിന്ന് സ്കൂളിലെ ഒരു മണിയടി ശബ്ദത്തിൽ എത്തിയിരിക്കുന്ന ഒരു പകപ്പിലേക്ക് എത്തുന്ന സാധനം, അതൊരു സ്വന്തം അനുഭവം ഇത്രയും വലിയൊരു ബ്രാൻഡിന് വേണ്ടിയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് അതൊരു വിഷ്വൽ ലാംഗ്വേജിലേക്ക് വരുന്നു. അവിടെ സ്റ്റീൽ എന്ന് പറയുന്നൊരു കോൺസെപ്റ്റിനെ അതേക്കുറിച്ച് പറയാവുന്ന എല്ലാ പോസിറ്റീവ് എലമെൻറ്റിനെയും കണക്ട് ചെയ്യണം ഒരു അഡ്വർടൈസ്മെൻറ്റ് ഫിലിം എന്നുള്ള രീതിയിൽ.
ആ ആലോചന വന്നത് ഏത് വഴിയാണെന്നുള്ളത്. അപ്പം ഇത് ഞാൻ അങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഇപ്പം ഈ ഫിലിം ഇവിടെ പ്ലേ ചെയ്ത സ്ഥിതിക്ക് ഞാൻ പറയാം, ഇത് അത്രയും വലിയൊരു ഒരു മെറ്റീരിയലിൽ നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന വലിയൊരു പ്രൊഡക്റ്റിന് ഞാൻ ചെയ്തത് എക്സ്ട്രീംലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള സിമ്പിളായിട്ടൊരു ഇമോഷനായിരുന്നു. ഇത് ഇൻഫാക്റ്റ് പലവരും ഈവൻ ഇൻ്റർനാഷണലി ഇതിപ്പോൾ പ്ലേ ചെയ്ത സമയത്തൊക്കെ പലവരും ഇമോഷണലി ആ സമയത്ത് ഇതിനെപ്പറ്റി സംസാരിക്കുകയുണ്ടായി. പക്ഷേ ഈ ഫിലിം ഒരിക്കലും എയറിൽ പോയില്ല. കാര്യം ഈ പറയുന്ന പ്രസൻറ്റേഷൻ സമയത്തുണ്ടായിരുന്ന മാർക്കറ്റിംഗ് ആൾക്കാരിൽ ചിലവർ ഫീൽ ചെയ്തു ഇതിൻ്റെ അകത്ത് സ്റ്റീലില്ല എന്ന്. വളരെ കൗതുകപരമായിട്ടുള്ള കാര്യമായിരുന്നു. കാര്യം അതിൻ്റെ ഇമോഷനാണ് ഏറ്റവും പ്രാധാന്യം. പക്ഷെ ചില സമയത്ത് അങ്ങനെയാണ്. എന്നിട്ട് ഐ വാസ് ഫോഴ്സ്ഡ് ടു ഡു അനദർ ഫിലിം ഫോർ ഇന്ത്യൻ സ്റ്റീൽ അലയൻസ്. അതിൻ്റെ അകത്ത് മാക്സിമം സ്റ്റീൽ ഉപയോഗിച്ചുകൊണ്ടാണ് പിന്നെ ആ ഫിലിം ചെയ്തത്. അത് ചെയ്യുന്ന സമയത്ത് ഈ മനീഷ് ചോദിച്ച പോലെ അത് ഞാൻ സ്ഥിരമായിട്ട് ഞാൻ സ്കൂളിൽ പോകുമ്പോൾ ഞാൻ വളരെ ലേറ്റായിട്ടാണ് സ്കൂളിലെത്തുക. കാര്യം ഈ പോകുന്ന വഴിക്ക് കണ്ട കാര്യങ്ങളൊക്കെ കണ്ട് എന്തൊക്കെയൊക്കെ ഡ്രീം ചെയ്ത് സ്വപ്നമൊക്കെ കണ്ട് പതുക്കെ എത്തുമ്പോൾ 1/2 മണിക്കൂർ 3/4 മണിക്കൂർ മിക്കവാറും എല്ലാ ദിവസവും അതിന് ചീത്തയും കേൾക്കും, വഴക്കും കേൾക്കും, തല്ലും കൊള്ളും. പക്ഷെ എന്നാലും മാറ്റമുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ലേറ്റായിട്ട് പോകുന്ന എൻ്റെ വീട് തൊട്ട് സ്കൂള് വരെയുള്ള സ്ഥിരമായിട്ട് ഒരു പ്രോസസ്സിൽ ആ പോകുന്ന വഴിക്ക് എൻ്റെ സ്കൂളിനോട് പോകുന്ന വഴിക്ക് അവിടെ ഒരു പ്രിൻറ്റിങ് പ്രസ്സുണ്ട്. അപ്പോൾ പ്രിൻറ്റിങ് പ്രസ്സിലൊരു കവാടമുണ്ട്. ആ കവാടത്തിൽ കൂടെ നമുക്കിങ്ങനെ പ്രിൻറ്റിങ് പ്രസ് മൂവ് ചെയ്യുന്നത് കാണാം, ശബ്ദം കേൾക്കാം. അപ്പോൾ ആ ശബ്ദമൊക്കെ ശരിക്കും ഒരു മ്യൂസിക്കൽ ഗ്രൂവ് പോലെയാണ്. ആലോചന കിടിക് തടാക് തിടിക് കിടിക് കിടിക് തടാക് തിടിക് ഇങ്ങനെ അത് കേൾക്കുമ്പോൾ ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ട്യൂൺ ഞാൻ തന്നെ മനസ്സിൽ പാടും. ഇങ്ങനെയൊക്കെ ഏത് യൂണിഫോമൊക്കെ ഇട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അതെല്ലാം കേട്ടിങ്ങനെ പതുക്കെ ലേറ്റായിട്ട് പോകും. ആ പറയുന്ന ഒരു സ്പേസ്, ഈ പറയുന്ന പ്രിൻറ്റിങ് പ്രസ്സും ആ റോഡും അവിടെയൊക്കെയാണ് ആ ഫിലിം തുടങ്ങിയിരിക്കുന്നത്. ഞാൻ അതേപോലത്തെ പ്രിൻറ്റിങ് പ്രസ് ഞാൻ മണാലിയിൽ എവിടെയാണ് ഷൂട്ട് ചെയ്തത് ലൊക്കേഷൻ്റെ ഗുണങ്ങൾക്ക് വേണ്ടിയിട്ടുമൊക്കെ അത് തന്നെ ഞാൻ റീക്രിയേറ്റ് ചെയ്ത് അങ്ങനെയാണ് ആ ഫിലിം തുടങ്ങുന്നത്. ഞാൻ രാവിലെ ചൈൽഡ്ഹുഡ് മെമ്മറി കൂടി റീക്രിയേറ്റ് ചെയ്ത്. അതെ തീർച്ചയായിട്ടും. പല സമയത്ത് ആ സമയത്ത് ഞാൻ ഈ പറയുന്ന പോലെയൊക്കെ നമ്മുടെ ചുറ്റുപാടുള്ള ഇപ്പം വോഡഫോൺ ആദ്യം ഹച്ച് എന്ന ബ്രാൻഡായിട്ട് ചെറിയ ബ്രാൻഡായിരുന്നു ആ സമയത്ത്. ഡോഗ് ആൻഡ് ബോയ്, ആ പട്ടിക്കുട്ടി ഇങ്ങനെ കുട്ടീനെ ഫോളോ ചെയ്യുന്നതൊക്കെ എൻ്റെ ചേർത്തലയിലുള്ള എൻ്റെ അവധിക്കാലത്ത് എൻ്റെ കസിൻസ് എല്ലാം പോയി കഴിയുമ്പോൾ ഒറ്റയ്ക്കൊന്നുമില്ലാതെ ഞാൻ രാവിലെ ഇറങ്ങിപ്പോയി തിരിച്ചു വന്ന് കിടക്കുമ്പോൾ ഒരു പട്ടി എവിടെ ഉണ്ടാവും. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടാണ് അത് ചെയ്തത്. അപ്പം ആ സമയത്ത് നമുക്കറിയാവുന്ന ചില കാര്യങ്ങളും അതിലൊക്കെ എന്തോ കൗതുകം തോന്നിയിട്ട് അതൊക്കെ റീക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ച കാര്യങ്ങളാണ്. അതുപോലെ ഇപ്പം നമ്മൾ എയർടെൽ എന്ന് ആലോചിക്കുന്ന സമയത്ത് എ ആർ റഹ്മാൻ്റെ ജിങ്കിളാണ് ആ ബ്രാൻഡിനേക്കാൾ മുമ്പേ നമ്മുടെ ചെവിയിലേക്ക് അലയടിക്കുക. ശരിക്കും അതിലൊരു നമുക്കറിയാം, ഒരു കാനിലോ ബേണിലോ ഒക്കെ സ്ക്രീൻ ചെയ്യുന്ന ഒരു ഫിലിമിൻ്റെ ഒരു ടോട്ടൽ ഫിലോസഫി പോലെയാണ് നമ്മൾ ബോർഡറും വാറും വെച്ചിട്ട് അതിന് വേണ്ടിയിട്ടുള്ളൊരു അഡ്വർടൈസ്മെൻറ്റ് ഫിലിം. അതൊരു ഫിലിം തന്നെയാണ് അതിൻ്റെ കോൺസെപ്റ്റ് വൈസ്. അവിടെയും നമുക്ക് കുട്ടികളെ കാണാം. അവിടെ ഫുട്ബോളാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അവിടെ ഒരു സ്പോർട്സിനെ അതിൽ കറക്റ്റ് ഇത് ചെയ്തിട്ടുണ്ട്. എന്നാൽ അതിൽ ഒരു ഫിനാലെ പോലെ നമ്മൾ ഈ പിന്നീട് കേട്ട മാജിക്കൽ കോമ്പസിഷൻ കയറി വരുന്നുണ്ടെന്നുള്ളത് അത് ഭയങ്കര രസമുള്ളൊരു കോൺസെപ്റ്റാണ്. നമ്മളെപ്പോഴും ഓർക്കുന്നത് ഒരു ബ്രാൻഡിനോളം നമ്മളൊരു അഡ്വർടൈസ്മെൻറ്റ് ഫിലിം ഓർക്കപ്പെടുന്നു. നമ്മളിപ്പോൾ സിനിമ കാണുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ ഷോട്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സീൻ ഓർത്ത് വെക്കപ്പെടും. ഒരു ടോട്ടൽ ഫിലിം അങ്ങനെ ഓർത്ത് വെക്കപ്പെടണം എന്നുള്ള രീതിയിൽ ഇത് ചെയ്യുന്നു. എന്നാൽ സ്ട്രെയിറ്റ് ആ കോൺസെപ്റ്റ് രജിസ്റ്റർ ചെയ്തു. എന്നാൽ അതിനുവേണ്ടി മാത്രം ചെയ്തതല്ല, അതിലൊരു വേറെ തരത്തിൽ ഗ്ലോബൽ ഫിലോസഫി കൂടി, യൂണിവേഴ്സൽ ഫിലോസഫി കൂടി അതിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെന്നുള്ളത് എനിക്കൊന്ന് ആ ഫിലിം ഒരു ഫീച്ചർ ലെങ്ത്, ഒരു ഫുൾ ലെങ്ത് ഫീച്ചർ ഫിലിം നമ്മളൊരു ഇൻ്റർനാഷണൽ ഫെസ്റ്റിവലിലേക്ക് കണ്ട അത്ര ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള അങ്ങനെ ഫീൽ ചെയ്യുന്നു. അവിടെ റഹ്മാൻ എന്ന് പറയുന്ന ഒരു മാജിക്കൽ മൊസാട്ട് ഓഫ് മദ്രാസ് എന്നൊക്കെ പറയുന്ന ഒരാളുടെ ഒരു കൊളാബറേഷൻ റിതം അതിലേക്ക് വരുന്നു. അതെ അത് ഓൾവേസ് എക്സൈറ്റിങ്. റഹ്മാനുമായിട്ട് വർഷങ്ങളായിട്ടുള്ള ബന്ധമുണ്ട്. ധാരാളം പ്രൊജക്റ്റുകൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പറയുന്ന സിനിമ എന്ന് പറയുന്ന ക്വാളിറ്റി, ഞാൻ സിനിമയിൽ നിന്ന് പോയ ആളായതുകൊണ്ട് ഞാൻ ഇന്നും അന്നും ഒന്നും ഞാൻ അഡ്വർടൈസിങ് ഒരു പരസ്യചിത്രം ഇങ്ങനെ
ഒരു ഷോട്ട് കാൽക്കുലേറ്റ് ചെയ്ത് അതിൻ്റെ ഡ്യൂറേഷനൊന്നും നോക്കാറില്ല. ഞാൻ അതിൻ്റെ ഇമോഷൻ മാത്രമാണ് എപ്പോഴും ഞാൻ ശ്രദ്ധിക്കുക. അത് ഇമോഷൻ കിട്ടണമെങ്കിൽ അതിനനുസരിച്ചുള്ള പെർഫോമൻസ് അല്ലെങ്കിൽ ആ സിറ്റുവേഷൻ, ടിപ്പിക്കലായിട്ട് അഡ്വർടൈസിങ്ങിൽ സാധാരണ കണ്ടുവരുന്ന ഇൻ യോർ ഫേസ് ഹാർഡ് സെല്ലിങ്, അതൊരിക്കലും എന്നെ ഒരിക്കലും അത് എക്സൈറ്റ് ചെയ്യിപ്പിച്ചിട്ടില്ല. അപ്പോൾ എപ്പോഴും ഞാൻ ഇമോഷൻ തപ്പി അത് നോക്കി ആണ് ഞാനൊരു ബ്രാൻഡുമായിട്ട് എപ്പോഴും കണക്ട് ചെയ്യാം. ഇത് എസ്പെഷ്യലി ചെയ്യുന്ന സമയത്ത് ഞാനത് ഷൂട്ട് ചെയ്ത് മൊറോക്കോയിലാണ്. അത് സ്പെസിഫിക്കലി അതിൻ്റെ ടെക്സ്ചറും അവിടുത്തെ ലാൻഡ്സ്കേപ്പും അത് വളരെ ഈസി ആയിട്ട് വേണമെങ്കിൽ ഇവിടെ രാജസ്ഥാനിലോ ഷൂട്ട് ചെയ്യാം. പക്ഷേ അവിടെ ഞാൻ ഷൂട്ട് ചെയ്ത സ്ഥിതിക്ക് അവിടെ നിന്ന് തന്നെ ഞാൻ 1-2 പിള്ളേരെ സോഴ്സ് ചെയ്ത് അവരെ കൊണ്ട് തന്നെ പെർഫോം ചെയ്യിപ്പിച്ചതിൻ്റെ കാര്യം, നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ പറയുന്നൊരു ബോർഡർ നോ മാൻസ് ലാൻഡ് സ്റ്റോറിയാണ്. കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും ഇന്നസെൻസ് ഉണ്ട്. അവരെ സംബന്ധിച്ച് വേറെ കാര്യങ്ങളോ വലിയ ഈ പറയുന്ന യുനോ ഒരു വാറോ അതൊന്നും അവർക്കറിയില്ല. അവർ ഇന്നസെൻസാണ്. അവർക്ക് ഒരുമിച്ച് നിൽക്കുക, കളിക്കുക, സംസാരിക്കുക. 2 കൺട്രിയിലിടയിലുള്ള നോ മാൻസ് ലാൻഡിലിടയിൽ. അതുകൊണ്ടാണ് അവരിടയ്ക്ക് അച്ഛനോ അമ്മയോ കാണുന്നുണ്ടോ എന്നൊക്കെ തിരിഞ്ഞു നോക്കുന്നത്. അവരെ സംബന്ധിച്ച് എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്നറിയാം, പക്ഷെ അവർക്ക് ഒരുമിച്ച് കളിക്കണം. ആൻഡ് ദ സ്പേസ് ദേ യൂസ്ഡ് വാസ് നോ മാൻസ് ലാൻഡ്. അപ്പോൾ അത് വെറുതെ നമ്മൾ ഇവിടെ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു ആശയമല്ലെന്നും അത് കുറച്ചും കൂടെ അത് യൂണിവേഴ്സലാണെന്നും അതിൻ്റെ ഡെപ്ത് വളരെ വളരെ വലുതാണെന്നും എവിടെയോ നമുക്ക് ഫീൽ ചെയ്യാൻ വേണ്ടി കൊണ്ട് തന്നെയാണ് ഞാൻ ഇപ്പം അവർ പറയുന്ന ഭാഷ നമുക്ക് മനസ്സിലാവണമെന്നില്ല, പക്ഷെ നമുക്ക് ഫീൽ ചെയ്യും ആ ഫിലിം. അത് തന്നെയായിരുന്നു ഉദ്ദേശം. അപ്പോൾ അതിൻ്റെ ഡെപ്ത് കുറേയും കൂടെ ഫീൽ ചെയ്യും. അത് ഒരു സ്ഥലത്ത് മാത്രം പ്ലേസ് ചെയ്യാനുള്ളതല്ല. ഈവൻ ആ സമയത്ത് എയർടെൽ ഇന്ത്യയിൽ മാത്രം ഉള്ളൊരു പ്രൊഡക്റ്റ് ആണെങ്കിൽ കൂടെ അതിൻ്റെ ആശയം വളരെ വലുതാണ് എന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഈ ഫിലിം ഇറങ്ങിയതിന് ശേഷം ശ്രീനിയേട്ടൻ, നമ്മളെ വിട്ടുപോയ ശ്രീനിയേട്ടൻ എന്നെ വിളിച്ചിട്ട്, മുഖവരിയൊന്നുമില്ല സാധാരണ അദ്ദേഹത്തിന് സംസാരിക്കുന്ന സമയത്ത്, നേരെ വിളിക്കും, തുണ്ട കഷ്ടം എന്ന് പറഞ്ഞ എന്താണ് അർത്ഥം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അർത്ഥം ഞാൻ പറയുന്നില്ല, ചേട്ടന് പിടികിട്ടിയോ? എനിക്ക് പിടികിട്ടി. അല്ല, അത് മൊറോക്കൻ ഭാഷയാണ്. പക്ഷേ ചില സിനിമകൾ നമ്മൾ ചില സ്പാനിഷോ അല്ലെങ്കിൽ യൂറോപ്യൻ സിനിമയോ ഏതെങ്കിലും കാണുമ്പോൾ ഭാഷ പല സമയത്തും നമുക്ക് പ്രശ്നമാകാറില്ലല്ലോ. നല്ല സിനിമകൾ നമ്മളെ ചിന്തിപ്പിച്ചിട്ടുണ്ട്, ചിരിപ്പിച്ചിട്ടുണ്ട്. ആ ഒരു ഫോമാറ്റ് യൂസ് ചെയ്യാൻ ശ്രമിച്ചു. കാര്യം കുറച്ചും കൂടെ ഡെപ്തുള്ളൊരു ടോപ്പിക് ആയതുകൊണ്ട്. പിന്നെ ഇങ്ങനത്തെ സമയത്ത് സാധാരണ അഡ്വർടൈസിങ്ങിലൊക്കെ ജിങ്കിൾ ഉണ്ടാക്കുക അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു പാട്ടുണ്ടാക്കുക. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ മനീഷ് നേരത്തെ പറഞ്ഞ പോലെ ഒരു സിനിമ കണ്ടൊരു ഫീൽ വരുന്നത് 2-3 കാര്യങ്ങളും കൂടെ കൊണ്ടാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്തത് നമ്മളിത് കമ്പോസ് ചെയ്ത സമയത്ത് പറഞ്ഞ 1-2 ആഴ്ച കൊണ്ടാണ് നമുക്ക് ഇതിൻ്റെ ഒരു സൗണ്ട് ഡിസൈൻ കിട്ടിയത്. ഞാൻ പറഞ്ഞു, നമ്മളിത് സാധാരണ ടിപ്പിക്കൽ ഒരു അഡ്വർടൈസിങ് ചെയ്യുന്ന പോലെ ഒരു ജിങ്കിളോ ഒരു പാട്ടോ ഒക്കെ ഇതിൻ്റെ പുറകിൽ പോകുന്നതിന് പകരം നമ്മളൊരു വലിയൊരു സീൻ ചെയ്യുന്ന രീതിയിൽ ഇന്ന പോയിന്റിൽ എനിക്ക് അതിൻ്റെ ഒരു സ്കോർ, നമ്മൾ ഒരു സിനിമ ചെയ്യുമ്പോൾ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് സ്കോർ അല്ലേ ചെയ്യുക. അതെ. അപ്പോൾ അവസാനമാണ് ആ ട്രാക്ക് വരുന്നത്. പക്ഷെ അതിന് മുമ്പ് അതിൻ്റെ അകത്ത് സൈലൻസ് ഉണ്ട്, സൗണ്ട് ഡിസൈൻ ഉണ്ട്. ആ അന്തരീക്ഷം നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ചില സമയത്ത് മാത്രം ഒരു സ്കോറ് പോലെ ചില ഇൻസ്ട്രുമെൻറ്റ്സ് മാത്രം വന്നിട്ട് അവസാനം ഒരു ഗ്രാൻഡ് ഫിനാലെ പോലെ എയർടെല്ലിൻ്റെ ട്രാക്ക് വരിക എന്ന് പറഞ്ഞത്. അപ്പോൾ ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള, ഞങ്ങൾ രണ്ടുപേരും വളരെ ഇൻവോൾവ് ചെയ്ത് എൻജോയ് ചെയ്ത് ചെയ്ത ഒരു പ്രോജക്റ്റാണ്. അങ്ങനെ കുറേ ഫിലിംസ് ഞങ്ങൾ ആക്ച്വലി ഒരുമിച്ച് ഇതേപോലെ വളരെ ഏർലി സ്റ്റേജിൽ, ഞാൻ പറയണേ ഏർലി സ്റ്റേജ് തൊട്ട് ഇൻഫാക്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അതിലൊരെണ്ണമാണിത്. അതിനൊപ്പം തന്നെയുള്ളൊരു സംഗതി, ഇപ്പം ടൂറിസം ക്യാമ്പയിനുകൾ, അതിപ്പം ഇൻക്രെഡിബിൾ ഇന്ത്യ ആണെങ്കിലും കേരള ടൂറിസ്റ്റ് ആണെങ്കിലും DU ഐലൻഡിൻ്റെയൊക്കെ അപ്പുറത്ത് ഇപ്പം ദുബായ്, ഇതൊക്കെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്ത ക്യാമ്പയിനാണ്. പക്ഷേ ഇന്ത്യൻ റെയിൽവേയെക്കുറിച്ചൊരു ക്യാമ്പയിൻ അല്ലെങ്കിൽ ഒരു അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുമെന്ന് പറയുമ്പം അത് ഏത് തരത്തിലായിരിക്കാം ഒരു ഫിലിം മേക്കർ ആലോചിക്കുന്നത് എന്നുള്ളത് എപ്പോഴും ഒരു കൗതുകമാണല്ലോ. കാരണം എല്ലാവർക്കും റിലേറ്റബിൾ ആവുന്ന, എല്ലാവർക്കും അവരവരുടേതായ ഒരു സ്റ്റോറി ഉള്ള സംഗതിയാണ്. അതിനെ പുറത്തു നിന്ന് അപ്രോച്ച് ചെയ്യുക, മറ്റൊരു POVയിൽ അപ്രോച്ച് ചെയ്യുക എന്നുള്ളത്. അവിടെ ഒരു ഏറ്റവും ചെറിയ പ്രായത്തിലുള്ള കുട്ടികളിൽ പോലെ ഒരു യൂണിറ്റി സെറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ കുട്ടികളെ ഏതെങ്കിലും തരത്തിൽ അവർക്കിടയിലുള്ള
അല്ലലുകളെയും വഴക്കുകളെയൊക്കെ ഒഴിവാക്കാൻ, അവരെ ചേർത്ത് വെക്കാൻ ഉപയോഗിക്കുന്ന ഒരു കൗശലം കലർന്ന ഒരു ഗെയിം കൂടിയാണ്. അതിനെ ഭയങ്കര മുതിർന്നവരിലേക്ക് വരുന്നു. എനിക്ക് ആ വീഡിയോ കൂടി പ്ലേ ചെയ്തതിന് ശേഷം സംസാരിക്കണം. This one Cannes Film Festival, this won a gold. And ഈ പറയുന്ന നേരത്തെ പറയുന്ന പോലെ തന്നെ ഒബ്വിയസ്ലി ഇതൊരു ഒറിജിനൽ കിഷോർ കുമാർ ഒറിജിനൽ പഴയ ഒരു പാട്ടാണ്. പക്ഷെ അതിൻ്റെ അകത്ത് നല്ല ധാരാളം ഇന്നസെൻസ് ഉണ്ട്. പല പല സ്ഥലങ്ങളെ പറ്റി പറയുന്നൊരു പാട്ട്. നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് സ്ഥിരമായിട്ട് ഇതേപോലെ നമ്മുടെ കസിൻസും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് എത്രയോ പ്രാവശ്യം ഇതേപോലെ ട്രെയിൻ കളിച്ച് നടന്നിട്ടുണ്ട് അല്ലേ. അപ്പം അത് മുതിർന്നവരെ കൊണ്ട് കൽക്കട്ടയിൽ ഞാനിത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ആക്ച്വലി വിചാരിച്ച ഇതേപോലെയൊക്കെ തന്നെ ഫണ്ണായിരിക്കും എന്നാണ്. പക്ഷെ 100-200 പേരെ കൊണ്ട് ഈ രീതിയിൽ ഒരു 4-5 ദിവസം ഷൂട്ട് ചെയ്യുക, വീടിൻ്റെ ഉള്ളിലും അവിടെയും ഇവിടെയും മോളിലും റോഡുകളിലും ഒക്കെ. ആദ്യത്തെ 2 ദിവസം കഴിഞ്ഞപ്പോൾ അതൊക്കെ രസമൊക്കെ മാറി, അവരുടെയൊക്കെ മുഖം മാറി തുടങ്ങിയിരുന്നു. എന്നാലും ഇറ്റ് വാസ് എൻ ഇൻട്രസ്റ്റിംഗ് പ്രോജക്റ്റ്. ഇത് പീയൂഷ് പാണ്ഡെയും ഞാനും മാത്രം ഇൻവോൾവ് ചെയ്തൊരു പ്രോജക്റ്റാണ്. അപ്പോൾ പീയൂഷിൻ്റെയാണ് ഇൻഫാക്റ്റ് അതിൻ്റെ ലൈനും അവസാനം വോയിസ് ഓവറും ഞാൻ പീയൂഷിനെ കൊണ്ട് തന്നെയാണ് ചെയ്യിച്ചിരിക്കുന്നത്. പീയൂഷ് ഇൻഫാക്റ്റ് സച്ച് എ ഹ്യൂജ് ഫിഗർ ഇൻ അഡ്വർടൈസിങ് ഇൻഡസ്ട്രി ഗ്ലോബലി. പീയൂഷ് അങ്ങനെ ഷൂട്ടിനൊന്നും സാധാരണ വരാറില്ല. പക്ഷേ ഇങ്ങനത്തെ എനിക്കതിനുള്ള ഭാഗ്യമുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഫിലിമിനൊക്കെ പീയൂഷ് എൻ്റെ കൂടെ പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഓടി നടക്കാനും ഒക്കെ എൻ്റെ കൂടെ ഈ ഷൂട്ടിനുണ്ടായിരുന്നു. എന്നെ സംബന്ധിച്ച് ഏറ്റവും ഞാൻ എപ്പോഴും ചെറിഷ് ചെയ്യുന്ന മെമ്മറീസിലൊന്നാണ് ഈ ഫിലിമും ഇതുമായിട്ട് ബന്ധപ്പെട്ട ഷൂട്ടും ഇതിൻ്റെ പ്രോസസ്സും. പിന്നെ ഇവൻച്വലി ഇന്ത്യൻ റെയിൽവേസിൻ്റെ ചെയർമാൻ നമ്മളിത് പോയി പ്രസൻറ്റ് ചെയ്ത സമയത്തുള്ള ഇപ്പം നമ്മൾ കണ്ട അതേ കൗതുകപരമായിട്ടുള്ള റിയാക്ഷനായിരുന്നു അദ്ദേഹത്തിൻ്റെ. അതെ, ഞാൻ വളരെ എൻജോയ് ചെയ്തൊരു പ്രോസസ്സായിരുന്നു ഈ ഫിലിം. ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ അകത്തൊക്കെ ഈ സാധാരണ ടിപ്പിക്കൽ അഡ്വർടൈസിങ് എന്ന് പറഞ്ഞാൽ പരമ ബോറല്ലേ. ഇങ്ങനത്തെയൊക്കെ ഓപ്പർച്യൂണിറ്റി നമ്മുടെ മുമ്പിലോട്ട് വരുമ്പോൾ നമുക്ക് എങ്ങനെയാണത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ കുറേ ഇന്ത്യൻ റെയിൽവേയുടെ ഗുണങ്ങളെപ്പറ്റി ഏതെങ്കിലും ഒരു സെലിബ്രിറ്റി ഇന്നിങ്ങനെ സംസാരിക്കുന്നതൊക്കെ എന്തിന് ബോറായിരിക്കും എന്ന് ആലോചിച്ച് നോക്കൂ. സാധാരണ രീതിയിൽ നമ്മൾ അഡ്വർടൈസിങ് എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരവസ്ഥയില്ലേ. കുറേ ട്രെയിൻ പോകുന്ന കാണിക്കുക, ട്രെയിനിൻ്റെ ഉള്ളിൽ പുറം എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ, ഭയങ്കര ബോറ് പരിപാടിയല്ലേ. അപ്പോൾ ചില സമയത്ത് ഇങ്ങനെ വളരെ തിൻ ലൈനായിരിക്കാം, അതിൻ്റെ അകത്തൊരു റിസ്ക് എലമെൻ്റ് ഉണ്ടാവാം. ചിലപ്പോൾ നമ്മൾ ചില കാര്യം ഔട്ട് ഓഫ് ദി ബോക്സ് ചിന്തിച്ച് അത് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ചില സമയത്ത് നമ്മുടെ കയ്യിൽ നിൽക്കണം എന്നില്ല. പക്ഷെ പല സമയത്തും എൻ്റെ എക്സ്പീരിയൻസിൽ അത് നിന്നിട്ടുമുണ്ട്, അത് ഭീകരമായിട്ടത് ആ ബ്രാൻഡിനെ പുഷ് ചെയ്തിട്ടുണ്ട്. ഇൻക്ലൂഡിങ് ഇപ്പോൾ റീസെൻ്റ്ലി നിങ്ങളെല്ലാവരും കണ്ട 3-4 മാസങ്ങൾ മുമ്പ് ഞാൻ ലാലേട്ടനെ വെച്ച് ചെയ്ത വിൻസ്മര പോലും ഞാൻ 2-3 പല പ്രാവശ്യം ഇതിനെപ്പറ്റി പറഞ്ഞ കാര്യങ്ങളാണ്. ഇപ്പോൾ കഴിഞ്ഞ ഒരു 10-20 വർഷം ആയിട്ട് കേരളത്തിൽ ജ്വല്ലറി എന്ന് പറയുന്ന ഒരു കാറ്റഗറി അതിൽ നടക്കുന്ന അഡ്വർടൈസ്മെൻറ്റ് നമുക്ക് സത്യത്തിൽ പല സമയത്തും ഏത് ബ്രാൻഡാണെന്ന് പോലും അറിയാൻ വയ്യ അല്ലേ. മിക്കവാറും എല്ലാ ഫിലിമുകളും കല്യാണവും കുറേ ഗുഡ് ലുക്കിംഗ് മോഡൽസും അവർ ഭയങ്കര റിച്ച് ആയിട്ടുള്ള ക്ലോതിങ് ഒക്കെ ഇട്ടിട്ടൊരു കല്യാണം, അവിടെ ഒരു സെലിബ്രിറ്റി വളരെ മുന്തിയ ഒരു കാറിൽ വന്നിറങ്ങി 916 എന്നൊക്കെ പറയുന്ന നമുക്ക് അത് ഭയങ്കര ഹാർഡായിട്ട് തോന്നും പല സമയത്ത്. ഒരു സെലിബ്രിറ്റി ഇൻവോൾവ് ചെയ്തുകൊണ്ട് ചിലപ്പോൾ അതിന് തീർച്ചയായിട്ടും അതിനൊരു പുഷ് ഉണ്ടാവും. പക്ഷെ നമ്മുടെ മെമ്മറിയിൽ നിൽക്കുമോ? അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യം വന്നപ്പോൾ എൻ്റെ മുമ്പിൽ അതേപോലെ വളരെ വലിയൊരു കലാകാരനെ എൻ്റെ കയ്യിൽ അങ്ങനെ കിട്ടുമ്പോൾ അത് എങ്ങനെയാണ് നമ്മൾ മാക്സിമം യൂസ് ചെയ്യുക ഒരു സ്പേസ്. അപ്പം നമ്മൾ ആ ബോക്സ് പുഷ് ചെയ്ത് നമ്മൾ പുതിയൊരു തലം അതിൽ ഉണ്ടാക്കാൻ ശ്രമമാണ്. അപ്പം അങ്ങനെ ശ്രമിക്കുന്ന സമയത്ത് അതിന് ധാരാളം റിസ്ക്കും ഉണ്ട്. ചിലപ്പോൾ നമ്മുടെ കയ്യിൽ നിൽക്കണമെന്നില്ല. അതിലൊരു ഫെമിനൈൻ ഇതുകൂടെ വരികയാണല്ലോ. അത് ഞാൻ അങ്ങനെ ഈ വിൻസ്മാരുടെ ഒരു ഏറ്റവും ഡിസ്കസ് ചെയ്തത് ഒരു ഫെമിനൈൻ നെറേറ്റീവിലേക്ക് അത് സ്ട്രക്ചർ ചെയ്തു എന്നുള്ളതാണ്. എനിക്ക് തോന്നിയത് അതിനു മുമ്പ് തന്നെ രാംകോയുടെ സീറോ വാട്ടർ അതിൽ ശരിക്ക് ഒരു ഇന്ത്യൻ റിയാലിറ്റി ഉണ്ട്. അങ്ങനെ അതിലൊരു വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഡോക്യുമെൻ്ററിയിലേക്ക് കാണുന്ന പോലത്തെ ഒരു വിഷ്വൽ പാറ്റേണിൽ നിന്നാണ് ആ ഒരു ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. രാംകോയുടെ സീറോ വാട്ടർ അത് പ്ലേ ചെയ്യുവാണെങ്കിൽ അത് ഞാൻ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞിട്ട് പ്ലേ ചെയ്തല്ലോ.
റാംകോ ആക്ച്വലി നമുക്കറിയാവുന്ന പോലെ എനിക്ക് വളരെ അടുത്ത ബന്ധമുള്ള വളരെ വലിയൊരു ഫാമിലിയാണ് റാംകോ. ഒരു വർഷങ്ങളായിട്ട് ഇൻഫാക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും കഴിഞ്ഞൊരു 5-8 വർഷമായിട്ട് ഇൻഫാക്റ്റ് അഡ്വർടൈസിങ് ക്യാമ്പയിൻ ഒന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല. അവർ ഭീകരമായിട്ട് അവരുടെ റിസർച്ച് പ്രോസസ്സിലായിരുന്നു. അതിൽ ഈ പറയുന്ന കുറേയും കൂടെ ഈക്കോ ഫ്രണ്ട്ലി ആയിട്ട് ചിന്തിക്കാൻ എസ്പെഷ്യലി യങ്ങർ ജനറേഷൻ ഇൻ ദാറ്റ് ഫാമിലി, അഭിനവ് പോലത്തെ കുറേയൊക്കെ എൻ്റെ സുഹൃത്തുക്കളും വളരെ അടുത്ത ബന്ധമുള്ളവരാണ്. അപ്പം വളരെ എക്സൈറ്റിംഗ് ആയിട്ട് തോന്നി. അങ്ങനെ അവർ സെറ്റ് ഓഫ് പ്രൊഡക്ട്സ് ഉണ്ടാക്കി. അതിൽ ഈക്കോ പ്ലാസ്റ്ററിന് ഇപ്പം കറൻ്റ്ലി വെള്ളം ഉപയോഗിക്കേണ്ട കാര്യമില്ല. ഒന്ന് ആലോചിച്ച് നോക്കി, എത്രയോ കൺസ്ട്രക്ഷനാണ് ഇപ്പം നമ്മുടെ കൺട്രിയിൽ നടക്കുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ പ്ലാസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ദ എമൗണ്ട് ഓഫ് വാട്ടർ ദാറ്റ് യു പുട്ട് ഇൻ, ഹ്യൂമങ്കസ് എമൗണ്ട് ഓഫ് വാട്ടർ അല്ലേ, വേസ്റ്റേജ് ഓഫ് വാട്ടർ. അപ്പോൾ ഐ തോട്ട് ദ പ്രൊഡക്റ്റ് വാസ് വെരി വെരി ഇൻട്രസ്റ്റിംഗ്. അത് മാത്രമല്ല, ഹരി എന്ന് പറയുന്ന എൻ്റെ പാർട്ട്ണർ റൈറ്റർ ഈ ബ്രാൻഡ് മുഴുവൻ നമ്മൾ റീബ്രാൻഡ് ചെയ്തു. അപ്പം റാംകോ സൈഡിലുണ്ടെങ്കിലും ഞാൻ ഏറ്റവും ലാസ്റ്റ് ചെയ്ത ക്യാമ്പയിനാണ്. അതിൽ 3-4 ഫിലിംസ് ഉള്ളതിൽ ഒന്നായിരിക്കും ഇപ്പോൾ പ്ലേ ചെയ്യുക. അതിന് ഞങ്ങൾ പുതിയതായിട്ട് നെയിം ചെയ്തിരിക്കുന്ന ഹാർഡ് വർക്ക് എന്നാണ്. ആൻഡ് ഐ വിൽ അസോസിയേറ്റ് വിത്ത് ദിസ് ബ്രാൻഡ് ബിക്കോസ് ഈച്ച് ഓഫ് ദ പ്രൊഡക്റ്റ് ഇസ് ആബ്സല്യൂട്ട്ലി ബ്രില്യൻറ്റ് ആൻഡ് ഐ ബിലീവ് ഇൻ ഇറ്റ്. ആൻഡ് എന്നെ ശരിക്കും എക്സൈറ്റ് ചെയ്ത പല കാര്യങ്ങളും അതിൻ്റെ അകത്തുണ്ട്. സോ ഐ വിൽ ഇൻവോൾവ് ആൻഡ് മേക്ക് ദിസ് ബ്രാൻഡ് അഗൈൻ വൺ ഓഫ് ദി ബെസ്റ്റ് ബ്രാൻഡ് ഇൻ ദാറ്റ് കാറ്റഗറി ഫോർ ഷുവർ. സോ അതിൻ്റെ ഞങ്ങളുടെ ഫസ്റ്റ് സ്റ്റെപ്പിലെ 3-4 ഫിലിംസിലൊരു ഫിലിമാണ് ഇപ്പോൾ പ്ലേ ചെയ്യാൻ പോകുന്നത്. ഇത് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഹാർഡായിട്ട് തന്നെ പുഷ് ചെയ്തേ പറ്റൂ. കാര്യം ഇപ്പോൾ ഇത് റാംകോ അല്ല, ഇത് ഹാർഡ് വർക്കറാണ്. അപ്പോൾ നമ്മൾ പുതിയൊരു ബ്രാൻഡ് ട്രീറ്റ് ചെയ്യുന്ന പോലെ, അപ്പോൾ അതിൻ്റെ ഫൗണ്ടേഷൻ, ഇപ്പോൾ വിൻസ്മെര പുതിയൊരു ബ്രാൻഡാണ്. അപ്പോൾ ആ ഫൗണ്ടേഷൻ ഇസ് ഇമ്പോർട്ടൻറ്റ്. ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്ത് വരാൻ മിനിമം 3 to 4 years എങ്കിലും മിനിമം എടുക്കും. ഈവൻ ഫോർ എൻ എക്സാമ്പിൾ, ഹച്ച് വി ടുക്ക് ദാറ്റ് മച്ച് ടൈം ടു ബിൽഡ് ദാറ്റ് ബ്രാൻഡ്. ആൻഡ് ഐ തിങ്ക് ഇൻ 5 years ടൈം ഒരു സെലിബ്രിറ്റിനെ പോലും ഉപയോഗിക്കാതെ, ഞാൻ സെലിബ്രിറ്റീനെ ഉപയോഗിക്കുന്നത് മോശമാണെന്നല്ല പറയുന്നത്, സെലിബ്രിറ്റീനെ ഉപയോഗിക്കുന്ന രീതിയിൽ അവരുടെ കൂടെ ക്യാരക്ടർ ഇൻവോൾവ് ചെയ്യാൻ പറ്റിയാൽ ഓൾവേസ് ഇൻട്രസ്റ്റിംഗ്. പക്ഷേ ഹച്ചിൻ്റെ കാര്യത്തിൽ വി നെവർ യൂസ്ഡ് എനി സെലിബ്രിറ്റി. ഓപ്പോസിറ്റ് സൈഡ് ഭാരതി അല്ലെങ്കിൽ എയർടെൽ, മിസ്റ്റർ ബച്ചൻ, സച്ചിൻ ടെണ്ടുൽക്കർ, ഇല്ലാത്ത ആരുമില്ല. അപ്പോൾ നമ്മൾ വളരെ സിമ്പിളായിട്ട് ഇമോഷണലായിട്ടുള്ള കഥ പറഞ്ഞ് നമ്മൾ വളരെ ക്യൂട്ടായിട്ടൊരു സ്പേസിൽ നിന്ന് തുടങ്ങി സൂസുവിലോട്ട് മാറി, സൂസു കഴിഞ്ഞ് ആശാബാല, പല പല ഇമോഷൻസ് ചെയ്ത് വി ബിക്കെയിം ദ ബെസ്റ്റ് ബ്രാൻഡ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഒരു ഗൂച്ചി ബാഗ് ഹോൾഡ് ചെയ്യുന്ന പോലെയായിരുന്നു പലവർക്കും. ഐ ഓൺ എ വോഡഫോൺ സർവീസ് പ്യോർലി ബിക്കോസ് ഓഫ് അഡ്വർടൈസിങ്. 18 years I was associated with that brand. 18 years. And it took 4 to 5 years to build that brand. So they took that much time. അപ്പോൾ ഇത് ഇപ്പോൾ വിൻസ്മെരയുടെ പോലെ തന്നെ ഇത് ഇൻഫാക്ട് ഐ വിൽ ബി ഡെഫിനറ്റ്ലി കണക്റ്റഡ് വിത്ത് ദം ബിക്കോസ് ഐ നോ ദ ഫാമിലി വെരി വെൽ. അപ്പോൾ ഇതെൻ്റെ ഫസ്റ്റ് ഫൗണ്ടേഷൻ സ്റ്റേജാണ്. ആൻഡ് പ്രൊഡക്റ്റ് ഇസ് വെരി ഗുഡ്. സോ ഐ കണ്ടിന്യൂ ടു വർക്ക് ഇതിൻ്റെ അകത്ത്. എനിക്കൊന്ന് സ്നേഹ ഈ അടുത്തൊരു ഈ റൗണ്ട് ടേബിൾ പറയുന്നുണ്ടായിരുന്നു, ഇത് വോഡഫോണിൻ്റെ കാര്യത്തിൽ അത് നിങ്ങളുടെ ഒരു വെണ്ടർ അല്ല, അതൊരു പാർട്ട്ണർ കൊളാബറേഷൻ ആയിരുന്നു. എന്ന് വെച്ചാൽ എന്തും അങ്ങോട്ട് ബൗൺസ് ചെയ്യാൻ പറ്റുന്ന. അതിൽ ഞാൻ വീഡിയോ എല്ലാവരും കണ്ടതുകൊണ്ട് അത് പ്ലേ ചെയ്യണമെന്നില്ല, എന്നാൽ പോലും അതിൽ തന്നെ ഈ ബ്രാൻഡ് ഇത് ചെയ്യുന്നു, ഈ പഗിൻ്റെ സീരീസ് വരുന്നു, അവിടെ ഈ നമ്പർ ഓഫ് ഇത്ര എണ്ണം വരുന്ന ആ ഒരു സീരീസ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു പേഷ്യൻസിൻ്റെ ഫാക്ടർ ഉണ്ട്. അവിടുത്തെ പെർഫോമൻസ് എന്ന് പറയുന്നത് ഈ ഡോഗ്സ് തന്നെയാണ്. എനിക്കൊന്ന് CG വലിയ ഹോപ്പാവുന്ന സമയത്തല്ല ചെയ്യുന്നത്. അതൊരു അതിൻ്റെ ഒരു ക്ലോഷർ പോലുള്ള ഒരു സംഗതി ആയിരുന്നില്ലേ? ഒത്തിരി പഗ്ഗുകൾ. അതെ അതെ, അത് ഇൻഫാക്ട് ഒരു ഇമോഷണൽ ബേസിസിൽ ചെയ്തത് മാത്രമാണ്. അത് കാര്യം അത്രമാത്രം എനിക്കെപ്പോഴും ഓർമ്മയുണ്ട്. യുനോ എന്തോരം ഇമെയിൽസും ലെറ്റേഴ്സും. കാര്യം ഒരു സ്റ്റേജ് കഴിഞ്ഞ് എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ബോറായി. കാര്യം നമ്മൾ ഒരു സെറ്റിൽ പോകുമ്പോൾ ഓൾമോസ്റ്റ് ഈ പറയുന്ന കുട്ടിയാണെങ്കിലും അല്ലെങ്കിൽ പട്ടിക്കുട്ടിയാണെങ്കിലും ഒക്കെ ഓൾമോസ്റ്റ് ട്രെയിൻഡ് പോലെയായി. അപ്പോൾ എനിക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ പോകുന്നതെന്നൊക്കെ അറിയാം. ക്രിയേറ്റീവ്ലി നമുക്ക് അധികം പുഷ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ ആ ബ്രാൻഡ് ഇനി അടുത്ത സ്റ്റേജിലോട്ട് പോകേണ്ട സമയമായി. ഇറ്റ് വാസ് ടൈം ടു പ്ലേ എ ബിഗർ റോൾ ടു മേക്ക് ദ ബ്രാൻഡ് മച്ച് ബിഗർ. അപ്പോൾ സൂസുവിലൊക്കെ കിടക്കുന്നതിന് മുമ്പായിട്ടൊക്കെ നമ്മളതിന് പ്ലാൻ ചെയ്യുന്ന സമയത്തും അതൊക്കെ ചെയ്യുന്ന സമയത്തൊക്കെ എന്തോരം മെയിൽസാണ്, എപ്പോഴാണ് വെൻ ആർ വി ഗോയിങ് ടു സീ ദ ഡോഗ് ആൻഡ് ബോയ് അഗൈൻ. ഇത് ഞാൻ പറയുന്ന ഒരു സിനിമയോ ഒന്നുമല്ല, അഡ്വർടൈസിങ് ഫ്രം പീപ്പിൾ. ദാറ്റ്സ് ദ ടൈം നമ്മൾ റിയലൈസ് ചെയ്യുന്നത്
നമ്മുടെ അഡ്വർടൈസിങ് ക്യാമ്പയിൻ അത്രമാത്രം റീച്ചായി എന്ന് കാര്യം ആൾക്കാരാണ് റിക്വസ്റ്റ് ചെയ്യുന്നത്, ക്യാൻ യു മേക്ക് മോർ ഫിലിംസ്. അതിൽ ഡിജിറ്റൽ മീഡിയയുടെ ഈ ഇന്നത്തെ വിസിബിലിറ്റി ഉള്ള സമയമല്ലല്ലോ, അത് ടെലിവൈസ്ഡ് ആയിട്ടാണല്ലോ കൂടുതൽ കാണുന്നത്. അതെ ഫുൾ കാണുന്നത്. അപ്പം അതുകൊണ്ട് തന്നെയാണ് സൂസൂസ് നമ്മൾ ലോഞ്ച് ചെയ്യുന്ന സമയത്തും എവറി ഡേ വാസ് എ ഫ്രഷ് ഫിലിം. ഇപ്പോൾ IPL സമയത്ത് 30 ദിവസവും ഓരോ ദിവസവും യു ഡോണ്ട് നോ വാട്ട്സ് കമ്മിങ് അപ്പ് നെക്സ്റ്റ്. ആൻഡ് ഐ റിമെമ്പർ പീപ്പിൾ വർ വെയിറ്റിംഗ് മോർ ദൻ ക്രിക്കറ്റ്. ആ സമയത്ത് ഇന്ന് വരാൻ പോകുന്ന വോഡഫോണിൻ്റെ സൂസർ ഏത് ഫിലിമാണെന്ന് വെയിറ്റ് ചെയ്ത ആൾക്കാർ ഉണ്ടായിട്ടുണ്ട്. അഡ്വർടൈസിങ് ആണ്, പരസ്യമാണെന്ന് ആലോചിച്ച് നോക്കൂ. സോ അതാണ് നമ്മൾ പവർഫുള്ളായിട്ട് എന്ത് കാര്യങ്ങളും ചെയ്താൽ അതിൻ്റെ അകത്ത് ഈ പറയുന്ന പോലെ ഇമോഷനും ഡിസൈൻ എലമെൻറ്റും എല്ലാം കൊണ്ടുവന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വർക്ക് ചെയ്യും. ദർ ഇസ് നോ ഡൗട്ട്. അപ്പം അങ്ങനെ ചെയ്തതാണ് പഗിൻ്റെ ഒരു മെമ്മറിക്ക് വേണ്ടി, അതിൻ്റെ ക്ലോഷർ. അതെ ക്ലോഷർ പോലെ ചെയ്ത. ഈ ഇതിൽ ക്രിക്കറ്റ് വന്നതുകൊണ്ട് പറയുകയാണ്, ഇപ്പം നിയോ സ്പോർട്സിൻ്റെ ക്രിക്കറ്റ് അഡ്വർടൈസ്മെൻറ്റ് ഞാൻ അതിൽ കണ്ടെത്തുന്നത് വെച്ചാൽ ഒരു ഇൻഡോ പാക് ക്രിക്കറ്റ് എന്ന് പറയുമ്പോൾ അവിടെ വേണമെങ്കിൽ ഒരു ഹെയ്റ്റ് എന്ന് പറയുന്നൊരു ഫാക്ടർ എപ്പോഴും വരും, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡിസ്കഷൻ വരും. ഇന്ത്യ ശത്രു രാജ്യം, ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ്, അവിടെ ടെൻഷൻ എന്ന് പറയുന്നൊരു ഫാക്ടർ ബിൽഡ് ചെയ്തു എന്നുള്ളത് നമുക്ക് ആ ആഡ് പ്ലേ ചെയ്തതെന്ന് വെച്ചാൽ അതെനിക്ക് തോന്നുന്നത് അത് ഈ പറയുന്നതിൽ പലതരത്തിൽ വൈറലായിട്ടുള്ള ഒരു സംഗതിയായിരുന്നല്ലോ. ഇതും ഇൻഫാക്ട് വി വോൺ ക്യാൻ ഗോൾഡ് ഐ തിങ്ക് ഇൻ ദിസ്. കാര്യം അത് ഫണ്ണല്ലേ. കാര്യം നമുക്കറിയാലോ ഇങ്ങനൊരു മാച്ച് നടക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന നമ്മുടെ മാനസികാവസ്ഥ, നമ്മൾ എത്രമാത്രം ആ മാച്ച് കാണുമ്പോൾ ഇൻവോൾവ് ചെയ്തിട്ടാണ്. അത് എസ്പെഷ്യലി ഇന്ത്യ പാകിസ്ഥാൻ മാച്ച്. അപ്പോൾ അതിൻ്റെ അകത്തൊരു ചെറിയൊരു കോക്ക് അത്രയേ ഉള്ളൂ. സോ ഐ തിങ്ക് ഒരു 3-4 ഫിലിംസ് ഇതിൻ്റെ ക്യാമ്പയിന് ചെയ്തിട്ടുണ്ട്. എല്ലാം ഇങ്ങനെ നമ്മളിങ്ങനെ ബിൽഡ് ചെയ്ത് ഒരു ടെൻഷൻ ഉണ്ടാക്കിയിട്ട് അവസാനം നമ്മൾ മാച്ച് എന്ന് പറയുമ്പോൾ ഉണ്ടാവുന്ന നിയോ സ്പോർട്സ് ആക്ച്വലി ക്വൈറ്റ് എ ബിഗ് ചാനൽ അറ്റ് ദാറ്റ് ടൈം. അതെ, സ്പോർട്സ് ചാനൽ. ഒരു കാര്യമായിട്ടുള്ളത്, ഇപ്പോൾ പ്രകാശ് വർമ്മ ഡയറക്ടറായിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റ് ഫിലിമിൽ എനിക്ക് തോന്നുന്നത് നമ്മുടെ എല്ലാ ലെജൻഡറി ആക്ടേഴ്സും വന്നു പോയിട്ടുണ്ട്. ഇപ്പം വിൻസ് മേരിലൂടെ മോഹൻലാൽ അടക്കം അവരുടെ എല്ലാം, അതിപ്പം SRKയുടെ ദുബായിയുടെ ആണെങ്കിലും ഫ്രൂട്ടിയുടെ ആണെങ്കിലും ഇതിലൊക്കെ വരുന്ന സമയത്ത് പലപ്പോഴും ഈ പറയുന്ന ആക്ടേഴ്സിനെ എൻഡോസ് ചെയ്ത് അവരെ സെലിബ്രിറ്റി ബ്രാൻഡ് എൻഡോസ്മെൻറ്റ് വരുന്നത് അവരെ കൊണ്ട് കുറച്ചുകൂടി ഒരു ഓതൻറ്റിക് ആയിട്ട് ഈ കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ബ്രാൻഡിൻ്റെ പേര് എൻഡോസ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ അതിന് പകരം അവരിലെ കുട്ടിത്തം, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ഹച്ചിന് വേണ്ടി ഡോഗിനെ ആണെങ്കിലും കുട്ടികളെ ഉപയോഗിക്കുന്ന സമയത്ത് ഈ ആക്ടേഴ്സിലുള്ളൊരു കുട്ടിത്തം, അല്ലെങ്കിൽ അവരുടെ ഒരു ഫിലിമിലോ വേറെ എവിടെയും വരാത്ത തരത്തിലുള്ള ഏതെങ്കിലും ഒരു എലമെൻറ്റ് അത് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. ഇപ്പോൾ വിൻസ്മയിൽ നോക്കുക, ഒരു ഫെമിനൈൻ ഇതാവുന്നത്. നമുക്ക് SRKയുടെ വീഡിയോ നമ്മളത് തുടക്കത്തിൽ തന്നെ നമ്മൾ ടെൻഷൻ കുട്ടികൾ ആയിട്ടുള്ളൊരു ഇത് ഫീൽ ചെയ്യുന്നതാണ്. ദുബായ് ടൂറിസത്തിലേക്ക് വരികയാണെങ്കിൽ പുള്ളിയെ ഒരു ഹൈഡ് ചെയ്തിട്ട് പോകുന്ന രീതിയിൽ വളരെ നോർമൽ ഇതിലേക്ക് പ്ലേ ചെയ്താണ് കൊണ്ടുവരുന്നത്. അത് ബോധപൂർവം അങ്ങനെ ചെയ്യുന്നതാണോ? കാരണം ഇത്രയും ആക്ടേഴ്സ് വരുന്ന സമയത്തും അവിടെ ഒരു ആക്ടറിലൂടെ ഇത് പ്രസൻറ്റ് ചെയ്യപ്പെടുക എന്നുള്ള സമയത്ത് ഒരു ആക്ടറിൻ്റെ പേഴ്സണാണ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തന്നെ പ്രകാശ് വർമ്മയിലെ കുട്ടി അതിൽ ക്രിയേറ്റീവായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും വേണ്ട. അല്ലെങ്കിൽ നമ്മൾ പറയട്ടെ, ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ ഇൻഫാക്റ്റ് ഞാൻ ഈ പറയുന്ന ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആക്ടേഴ്സിൻ്റെ കൂടെ അഡ്വർടൈസിങ്ങിൽ അവരെ ഒരു ബ്രാൻഡ് ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ബ്ലെൻഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ തീർച്ചയായിട്ടും അഡ്വർടൈസിങ്ങിൽ പണമുണ്ട്. അത് എസ്പെഷ്യലി ആക്ടേഴ്സിനെ സംബന്ധിച്ച് മേ ബി ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ ആയിരിക്കാം. പക്ഷേ ആക്ടർ ഈസ് ഓൾവേസ് എൻ ആക്ടർ അല്ലേ. ഞാനിപ്പോൾ എസ്പെഷ്യലി ഞാൻ അതുവഴി ഒരു എക്സ്പീരിയൻസുമായിട്ട് കടന്നു പോയതിന് ശേഷം നമുക്ക് എപ്പോഴും നമുക്കൊരു ഒരു 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 അതിനൊരു ദാഹം ഉണ്ടാവും. അതായത് നമുക്ക് എന്തെങ്കിലും പെർഫോം ചെയ്യാൻ പറ്റുന്നൊരു സ്പേസ് ഉണ്ടാവും. അതെന്തുകൊണ്ട് അഡ്വർടൈസിലായിക്കൂടാ? തീർച്ചയായിട്ടും പറ്റുമല്ലോ. അപ്പോൾ ഞാൻ എപ്പോഴും അങ്ങനത്തെ സിറ്റുവേഷനിൽ ഒരു ആക്ടർ, ഒരു സെലിബ്രിറ്റി ആയിട്ട് ബന്ധപ്പെട്ടൊരു ക്യാമ്പയിൻ ചെയ്യുമ്പം ഞാൻ ഓൾവേസ് ഐ ട്രൈ ടു എക്സൈറ്റ് ദം. അപ്പോൾ അവരുടെ എക്സൈറ്റ്മെൻറ്റ് ഒരു 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 ഷൂട്ടിങ്ങിൽ വരുമ്പോഴോ അവർ ഇൻവോൾവ് ചെയ്യുന്നോ ഒരു സിനിമേനെക്കാട്ടിലും വളരെ ഉയർന്ന തലത്തിൽ അവർ ഇൻവോൾവ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് ലാലേട്ടനാണെങ്കിലും വിൻസ് മേരേജിലൊക്കെ നമുക്ക് കണ്ണിൽ നനവ് കാണാം പെർഫോം ചെയ്യുന്ന സമയത്ത്. വേറൊരു ക്ലോഷർ കൂടി, അല്ലെങ്കിൽ മീൻസ് അതിൻ്റെ ഒരു ക്ലൈമാക്സ് ഒരു എക്സ്റ്റെൻഡ് വേർഷൻ ഉണ്ടായിരുന്നു, പുറത്തു വരാത്തത്. അതെ അതെ അതെ. അത് ഈ പറയുന്ന പെർഫോം ചെയ്ത് അങ്ങോട്ട് മതിയാകാതെ ഒന്നാലോചിച്ച് നമുക്കൊരു പരസ്യ ചിത്രത്തിൽ വന്നിട്ട് 1-2 ദിവസം ഷൂട്ട് ചെയ്തിട്ട് പണവും വാങ്ങിച്ച് പോയാൽ മതിയല്ലോ.
എന്ത് റെസ്പോൺസിബിലിറ്റിയാണ് അതിൽ കൂടുതൽ സാധാരണ കണ്ടുവരിക. കാര്യം മിക്കവാറുമൊക്കെ എല്ലാം ഒരേപോലത്തെ കാര്യങ്ങളാണ്. ലാലേട്ടൻ തന്നെ ഇനിഷ്യേറ്റ് ചെയ്തിട്ടാണ് എന്നെ അതിൻ്റെ അകത്ത് ഇൻവോൾവ് ചെയ്യാൻ പറഞ്ഞതും ഞാൻ അങ്ങനെ ഒരു ആശയമായിട്ട് വന്നതും. അതേപോലെ തന്നെ ഇപ്പോൾ SRKയുടെ കാര്യമാണെങ്കിലും ദീപികയാണെങ്കിലും ഇൻക്ലൂഡിങ് ക്രിക്കറ്റ് ലൈക്ക് പ്ലെയേഴ്സ് രോഹിത്, വിരാട്, ഇവരൊക്കെ ഓവർ ദി ഇയേഴ്സ് ബിക്കെയിം ഫാൻറ്റാസ്റ്റിക് പെർഫോമേഴ്സ്. വിരാട്ടിനൊക്കെ എനിക്ക് ആക്ച്വലി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു സിറ്റുവേഷൻ ഞാൻ കണ്ടിട്ടുണ്ട് പെർഫോമറായി മാറുന്നത്. അപ്പം നമ്മൾ എക്സൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദിറ്റ് ഇസ് ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ്. അത് ഞാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട്. അവർ വെറുതെ ഒരു ലൊക്കേഷനിൽ വന്നിട്ടുണ്ടെങ്കിലും നിങ്ങളിത് വാങ്ങിക്കൂ എന്ന് പറയുന്നതിനെക്കാട്ടിലും അവിടെ ഒരു സാഹചര്യവും ഇമോഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്താൽ, ഇപ്പം ദുബായ് ചെയ്യുന്ന സമയത്ത് ഇൻഫാക്റ്റ് എനിക്ക് സമയമില്ലാത്തൊരു പ്രശ്നമായിരുന്നു. ലാസ്റ്റ് മിനിറ്റ് അദ്ദേഹം തന്നെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ അത് അഡ്വർടൈസിങ് ഏജൻസി ഒന്നുമില്ല, ക്യാൻ വി ഡു ബോത്ത് ഓഫ് us, ക്യാൻ വി ഡു സംതിങ്. അപ്പോൾ ഞാൻ ആ സമയത്ത് പെട്ടെന്നൊരു ഐഡിയ, നമ്മൾക്കൊരു ഇമോഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കഥ ഉണ്ടാക്കാനൊന്നും സമയമില്ല. അപ്പോൾ എൻ്റെ ക്രിയേറ്റീവ് പാർട്ട്ണറായ ഹരിയും കൂടി ഇൻവോൾവ് ചെയ്ത ഹരി ആ ക്യാമ്പയിൻ എഴുതി, ദിസ് ഇസ് മൈ ദുബായ്, ദിസ് ഇസ് മൈ ഹോം. അപ്പോൾ ആ സമയത്ത് ചെയ്യാവുന്ന ഒരേ ഒരു കാര്യം ആൾക്കാരിൽ നിന്ന് കാര്യം, ഇഫ് ഇറ്റ് ഇസ് മൈ ഹോം ആൻഡ് ദിസ് ഇസ് മൈ ദുബായ്, ഒബ്വിയസ്ലി പുള്ളി അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആൾക്കാർ എന്തായിരിക്കും അവരുടെ റിയാക്ഷൻ എന്ന് പറഞ്ഞ് വളരെ ഓർഗാനിക്കായിട്ട് പോയത്. വളരെ ഡിഫിക്കൽട്ട് ഷൂട്ടായിരുന്നു. കാര്യം അദ്ദേഹത്തെ പോലെ വളരെ വലിയൊരു ഫിഗറിനെ ഞാൻ പബ്ലിക് സ്പേസിൽ കൊണ്ട് ഉന്തി വിട്ട്, ഒബ്വിയസ്ലി എനിക്ക് മഫ്തിയിലുള്ള കോപ്സും സെക്യൂരിറ്റിയൊക്കെ ഉണ്ടെങ്കിലും ആ സമയത്ത് ആൾക്കാർ എങ്ങനെയാണ് റിയാക്ട് ചെയ്യാമെന്ന് ക്യാപ്ചർ ചെയ്യുന്നൊരു പ്രോസസ്സിലായിരുന്നു. അതിൻ്റെ അകത്ത് റിസ്ക് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെയും എൻ്റെയും എല്ലാവരുടെയും സമയം പോകാനുള്ള വകുപ്പുണ്ട്. കാര്യം ഇവഞ്ച്വലി ഇവരാരും റിയാക്ട് ചെയ്തില്ലെങ്കിൽ എനിക്കൊരു മെറ്റീരിയൽ പോലും ഇല്ല എഡിറ്റ് ചെയ്യാൻ. അത് ഇൻഫാക്റ്റ് ആദ്യത്തെ സീക്വൻസ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പോലും പ്ലെയിനിൻ്റെ അകത്ത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അവർക്ക് ആരും അറിയില്ല ഷാറുഖ് ഖാൻ പോലത്തെ ഒരു മനുഷ്യൻ ഇതിൻ്റെ അകത്ത് വരുമെന്നോ ഒന്നും അറിയില്ല. അവർക്ക് ഒന്ന് രണ്ട് ചെറിയ ക്യാമറയൊക്കെ വെച്ചിട്ടെന്തോ പ്ലെയിനിൽ നിന്ന് ജമ്പ് ചെയ്യുന്ന എന്തോ ടൂറിസമായിട്ട് ബന്ധപ്പെട്ട് എന്തോ ഷൂട്ടാണെന്നാണ് അവർ വിചാരിച്ചത്. കാര്യം ഞാൻ ബാക്കിയെല്ലാം ഹൈഡ് ചെയ്തു. അപ്പോൾ ഇതിനെപ്പറ്റി ഞാൻ പറയുന്ന സമയത്ത് ക്യാൻ യു ഇമാജിൻ സംബഡി ലൈക്ക് ഷാറൂഖിനെ പോലത്തെ വളരെ വലിയൊരു ഫിഗർ എൻ്റെ അടുത്ത് ചോദിക്കുന്നു, അവർ റിയാക്ട് ചെയ്തില്ലെങ്കിലോ. അപ്പോൾ മനുഷ്യരെല്ലാവരും ഒരേപോലെയാണ്. ഞാൻ പറഞ്ഞത് തീർച്ചയായിട്ടും റിയാക്ട് ചെയ്തില്ലെങ്കിൽ എനിക്ക് വേറെ ആൾക്കാരുണ്ട്. അപ്പോൾ ഇത് റീപ്ലേസ് ചെയ്ത് ദെൻ വേറെ പുതിയ സെറ്റ് ഓഫ് ആൾക്കാരെ നമ്മൾ കൊണ്ടുവരും. അവരും റിയാക്ട് ചെയ്തില്ലെങ്കിലോ, അവരും റിയാക്ട് ചെയ്ത് നമ്മുടെ ഫിലിമൊന്നുമില്ല പിന്നെ. പക്ഷെ നമ്മൾ ആ റിസ്ക് എടുത്ത് നമ്മൾ മുമ്പോട്ട് പോയിട്ടേ കാര്യമുള്ളൂ. പക്ഷെ അത് വർക്കൗട്ടായി. കാര്യം നമ്മൾ അവിടെ ഒരു ഭയം ആലോചിച്ച് ആ സമയത്ത് ഇരുന്നാൽ, ഒരു ആശയം ചിന്തിച്ച് നമ്മൾ എങ്ങനെയെങ്കിലും അതിനെപ്പറ്റി ഒന്ന് വർക്കൗട്ട് ചെയ്ത് വന്നിട്ട് ഇത് വർക്ക് ചെയ്യില്ലെങ്കിലോ എന്ന് ചിന്തിച്ച് നമ്മൾ മുമ്പോട്ട് പോകില്ലല്ലോ. എടുത്ത് ചാടുക എന്ന് പറയുന്നതിൻ്റെ പ്രോസസ്സ് എനിക്ക് പണ്ടേ ഉണ്ട്, ട്യൂഷൻ ക്ലാസ്സിൽ നിന്നാണെങ്കിലും. ഈ തുടരും റിലീസ് ചെയ്തതിൻ്റെ നാലാമത്തെ ദിവസമാണ് പ്രകാശ് ചേട്ടനെ ഞാൻ ഇൻ്റർവ്യൂ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നത് ആ ഇൻ്റർവ്യൂ കഴിഞ്ഞത് നേരെ ഒരു പുതിയ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തായ്ലൻഡിലേക്ക് പോകുമായിരുന്നു. അപ്പോൾ ഇവിടെ മുഴുവൻ, അതായത് തുടരും റിലീസ് ചെയ്ത സെൻറ്റേഴ്സും അത് എൻ്റെ മലയാളി ഡയസ്പോര മുഴുവൻ ചർച്ച ചെയ്യുന്നത് തുടരും എന്ന സിനിമയെക്കുറിച്ച്, ജോസ് സാറിനെ കുറിച്ച്, മോഹൻലാൽ ഉണ്ടാക്കിയ ഭയങ്കര ഒരു കംബാക്ക് ഇതിനെക്കുറിച്ചാണ്. അപ്പം എനിക്കറിയാം, നമ്മളന്ന് സംസാരിക്കുമ്പോൾ ഫഹദ് ഉണ്ട്, നസ്രയുണ്ട്, ഫോൺ എടുക്കാൻ പറ്റാത്ത വിധത്തിൽ വീട്ടിൽ കോളുകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇതിനിടയിൽ പോയിട്ട് ചെയ്തതാണ് ചേതക്കിൻ്റെ ഇത്. ആഡ് പ്ലേ ചെയ്തതിന് ശേഷം ചേതക്കിൻ്റെ ഗ്ലോബൽ ക്യാമ്പയിനാണ്. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് ഇത് വളരെ റെസ്റ്റ്ലെസ് ആയിട്ടുള്ള ഒരു ടഫ് സിറ്റുവേഷനിലാണ് പ്രകാശ് വർമ്മ എന്ന ക്രിയേറ്റർ, ആഡ് ഫിലിം മേക്കർ അവിടത്തേക്ക് പോകുന്നത്. കാരണം വെച്ചാൽ ഇവിടെ കണ്ടിന്യൂസ് കോൾ, എനിക്ക് ഒരു കോളും അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തതും, കോള് അങ്ങനെ അങ്ങനെ ഒരു സ്ട്രെസ് എന്ന് വെച്ചാൽ ഒരു ഹാപ്പിനെസ്സിൻ്റെ കോർ കൂടിയാണ്. അങ്ങനെ പോയിട്ടാണ് ചെയ്യുന്നത്. ഇത് നോക്കിയാൽ ഇതൊരു ഫീച്ചർ ലെങ്തിൻ്റെ സ്വഭാവത്തിലാണ് ഇത് വരുന്നത്. ഒരു ഫീച്ചർ ഫിലിമിൻ്റെ കോൺസെപ്റ്റിനെ ഒരു അഡ്വർടൈസ്മെൻറ്റ് ഇതിലേക്ക് വേണം. നമ്മൾ കാസ്റ്റവേയിൽ ടോം ഹാങ്ക്സിൻ്റെ ഒക്കെ ഇത് വെച്ചിട്ട് ആളുകൾ ഇതിനെ ഇത് ചെയ്യുന്നുണ്ടായിരുന്നു. എന്തായിരുന്നു ഇതിൻ്റെ ഒരു ടോട്ടൽ ജേണി, ഇങ്ങനെ ഒരു സാധനം? അതായത് ഏത് പ്രതിബന്ധങ്ങളിൽ, ഏത് പ്രതികൂല സാഹചര്യങ്ങളിൽ, ഏത് സാഹചര്യത്തിലും കൂടെ നിൽക്കുന്ന ഒരു സ്കൂട്ടർ എന്നുള്ള. അതെ, ഇത് ഇൻഫാക്ട് ഇത് കുറേ ഫിലിംസ് ഉണ്ട്. ഇത് ഞാനവിടെ ഒരു മാസത്തോളം താമസിച്ച് നമ്മളൊരു ഐലൻഡിൽ ഷൂട്ട് ചെയ്തതാണ്. ഇപ്പോൾ ഈ കണ്ട എഡിറ്റ് വളരെ ഒരു ഷോർട്ട് എഡിറ്റാണ് അയച്ചിരിക്കുന്നത്.
ഇതിൻ്റെ ഫുൾ ലെങ്ത് ഉണ്ട്, അതിനകത്ത് ഫുൾ സ്റ്റോറി മനസ്സിലാക്കുക. പിന്നെ പുള്ളി അവിടെ താമസിച്ച് പുള്ളി ആ സ്കൂട്ടറുമായിട്ട് പുള്ളി അവിടെ താമസിക്കുന്ന കഥ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും കുറച്ച് നാളും കൂടെ. അപ്പോൾ ഇത് രാജീവ് ബജാജിനെ സംബന്ധിച്ച് ചേതക്ക് എപ്പോഴും ഇമോഷണൽ ആയിട്ടുള്ളൊരു ബ്രാൻഡാണ്. കാര്യം അദ്ദേഹം ബിസിനസ്സിലോട്ട് കയറുന്ന സമയത്ത് എല്ലാവരും ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല, ഹമാര ബജാജ് എന്ന് പറഞ്ഞ് വളരെ പോപ്പുലർ ആയിട്ടുള്ള ക്യാമ്പയിൻ പണ്ട് ചേതക്കിന് വേണ്ടി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇമോഷണലി കണക്റ്റഡ് ആണ് രാജീവ് ആക്ച്വലി ഈ പെർട്ടിക്കുലർലി ചേതക്കുമായിട്ട്. അപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ചേതക്ക് തിരിച്ച് ഒരു ഇലക്ട്രിക് മോട്ടറുമായിട്ട് തിരിച്ച് വരുമ്പോൾ അദ്ദേഹം വളരെ കെയർഫുള്ളായിരുന്നു. കാര്യം സാധാരണ ഒരു ഇലക്ട്രിക് ബൈക്ക് പോലെ ഫ്ലിംസി ആയിട്ടുള്ളൊരു മെറ്റീരിയലില്ല, ശരിക്കും ഹാർഡ് മെറ്റൽ ഉപയോഗിച്ച് ശരിക്കും ടഫായിട്ടുള്ളൊരു സ്കൂട്ടറാണത്, ഇലക്ട്രിക് ആണെങ്കിലും. അങ്ങനെ ധാരാളം അഡ്വാൻറ്റേജസും ബെനിഫിറ്റ്സും ഒക്കെ ഉണ്ട്. അപ്പം അതിനെപ്പറ്റി അദ്ദേഹത്തിൻ്റെ പാഷൻ വളരെ ക്ലിയറായിട്ട് പറഞ്ഞപ്പോൾ ഒഗിൽവിയാണ് ഇതിൻ്റെ ഏജൻസി. ഒഗിൽവിയിലെ ക്രിയേറ്റീവായിട്ട് ഡിസ്കസ് ചെയ്ത് നമ്മൾ 8-9 ഫിലിംസ് സീരീസായിട്ട് പുള്ളി അവിടെ ഇങ്ങനെ സർവൈവ് ചെയ്യുമ്പം ആകെപ്പാടെ ഉള്ള ഒരു കണക്ഷൻ സ്കൂട്ടറാണ്. ആൻഡ് സ്കൂട്ടർ ഈസ് ഡൂയിങ് എവറിത്തിങ്. അപ്പോൾ അതുമായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തുണ്ടാവുന്ന പല പല കഥകളും അതുവഴി നമ്മൾ മനസ്സിലാക്കുന്ന സ്കൂട്ടറിൻ്റെ ബെനിഫിറ്റുമാണ്. അപ്പോൾ എനിക്കും രാജീവുമായിട്ട് നല്ല ബന്ധമുണ്ട്. അപ്പം ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഐക്കോണിക് ആയിട്ടുള്ള ബ്രാൻഡാണ് ചേതക്. അപ്പം ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് മാക്സിമം നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക അത് മാക്സിമം ഇൻവോൾവ് ചെയ്ത് വളരെ എൻജോയ് ചെയ്ത് ഭയങ്കരമായിട്ട് ഈ ക്യാമ്പയിൻ വർക്ക് ചെയ്യുകയും ചെയ്തു. കാര്യം ഇതിൻ്റെ കുറേ സ്മോളർ സെക്ഷൻസ് ഉണ്ട്, 15-20 സെക്കൻഡ്. പുള്ളി അവിടെ സർവൈവ് ചെയ്യുമ്പോൾ കുറേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫിലിംസ് ഉണ്ട്, യൂട്യൂബിൽ നോക്കിയാൽ കാണാൻ പറ്റും. ഈ ഓഡിയൻസിലേക്ക് കൂടി ഐശ്വര്യ ആർട്ടിസ്റ്റ്. ഇപ്പം നമ്മുടെ ഈ ഒരു ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ ഈ ഒരു സിനാരിയോയിൽ മൊത്തത്തിൽ ഓൾമോസ്റ്റ് എവറിത്തിങ് ഹാസ് ബിൻ ഡൺ. പ്രത്യേകിച്ച് ഇപ്പം വൈഡ് സ്പ്രെഡ് യൂസേജ് ഓഫ് സോഷ്യൽ മീഡിയ, അവിടെ സ്ഥിരം ഡിസ്കസ് ചെയ്യപ്പെടുന്ന പുതിയ ഐഡിയാസൊക്കെ ഉള്ളപ്പോൾ, പ്രത്യേകിച്ച് നമ്മുടെ ഈസിലി ടോളറൻസ് ലൂസ് ചെയ്യപ്പെടുന്ന ഒരു ഡൈവേഴ്സ് ആയിട്ടുള്ളൊരു നേഷൻ ഉണ്ട്. ഹൗ ഡു യു മാനേജ് ടു കം അപ്പ് വിത്ത് ന്യൂ ഐഡിയാസ്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല പ്യോർലി ഔട്ട് ഓഫ് എക്സ്പീരിയൻസ് എനിക്ക് പറയാൻ എങ്ങനെയാണ് ഓരോരുത്തർക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നെ സംബന്ധിച്ച് പല സമയത്തും സമയമില്ലാതെ വരുന്ന അവസ്ഥ, അതായത് വെൻ യു ആർ അണ്ടർ ടെറിബിൾ പ്രഷർ, അങ്ങനത്തെ സമയത്ത് ഐ തിങ്ക് ഭയങ്കര ഷാർപ്പായിട്ട് ബ്രെയിൻ ഫങ്ഷൻ ചെയ്യും. കാര്യം അത് മാത്രമായിരിക്കും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ. എന്നെ സംബന്ധിച്ച് അത് നമ്മൾ അറിഞ്ഞോ അറിയാതെ നാളെ ഒരാളെ കണ്ടാലോ ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാലോ, ഞാനിപ്പോൾ മനീഷുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എൻ്റെ തലയുടെ എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഇങ്ങനത്തെ ഒരു പ്രശ്നം കിടക്കുന്നുണ്ട്, അത് സോൾവ് ചെയ്യണം എന്താണ് എന്ന് ആലോചിക്കുമ്പം മേ ബി ചിലപ്പോൾ അവിടെ നിൽക്കുന്ന ഇദ്ദേഹത്തിൻ്റെ മുഖമായിരിക്കും ഒരു ഐഡിയ തരിക. പറയാൻ പറ്റില്ല എവിടെ നിന്നാണ്. അതൊന്ന്. പിന്നെ രണ്ടാമത്തെ ഈ പറഞ്ഞ പോലെ ഫോണിലധികം സമയം സ്പെൻഡ് ചെയ്യാതിരിക്കുക. ചുറ്റുപാടും നോക്കിക്കൊണ്ടിരുന്നാൽ പലതും നമുക്ക് കിട്ടും. എന്താ പറയുക, എല്ലാം കൂടെ ചെയ്യാൻ ശ്രമിക്കാതിരിക്കുക. ഒരു സിറ്റുവേഷൻ വന്നാൽ ഒരു കാര്യം മാത്രം പറയാൻ ശ്രമിക്കുക. അത് എത്രയും ലളിതമായിട്ട് പറയുന്നു അതിനൊരു ഭംഗിയുണ്ട്. നേരത്തെ ചോദിച്ച പോലെ 200 വർഷം കഴിഞ്ഞാലും എത്ര ടെക്നോളജി മാറിയാലും സിംപ്ലിസിറ്റിക്ക് അതിൻ്റേതായിട്ടുള്ള ഭംഗിയുണ്ട്. ഇമോഷൻ എന്നും കണക്ട് ചെയ്യുന്നതാണ്. സ്റ്റോറി ടെല്ലിംഗ് എന്നും നിലനിൽക്കും, അത് വൃത്തിയായിട്ട് പറഞ്ഞാൽ. Hi Prakash, I'm a huge fan of your work. Thank you. You're doing brilliant. എനിക്ക് 2 ക്വസ്റ്റ്യൻ ഉണ്ട്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ചൈൽഡ്ഹുഡ് അല്ലെങ്കിൽ കുട്ടികളുടെ POV മെജോറിറ്റി ഓഫ് ദ ആഡുകളിലും കാണാറുണ്ട്. സോ ചൈൽഡ്ഹുഡ് അത്രയും ചെറിഷ് ചെയ്യുന്ന ഒരാളാണോ? അതാണ് എൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, സക്സസ്ഫുള്ളി വർക്ക് ചെയ്തിട്ടുള്ള ഒരുപാട് ആഡുകൾ ഉണ്ട്, അത് ഓൺ ചെയ്യുന്ന ആളാണ്. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഷാരൂഖ് ഖാൻ്റെ ആഡിൽ ഷാരൂഖ് ഖാൻ വരുന്ന സമയത്ത് ആ റിയാക്ഷൻ കൊടുത്തില്ലെങ്കിൽ പിന്നെ എൻ്റെ കയ്യിൽ ഫിലിമില്ല എന്നുള്ള സിറ്റുവേഷൻ പറഞ്ഞു. ഇതേപോലെ ആഡ് എടുത്തിട്ട് സക്സസ്ഫുൾ ആവാതെ പോയിട്ടുള്ള ആഡ്സ് ഉണ്ടോ? എത്രയോ ഉണ്ട്. അതായത് രണ്ടാമത്തെ ചോദ്യത്തിൽ നിന്ന് പറയാം, സക്സസ്ഫുൾ ആകാത്തതുണ്ട്. ഇതേപോലെ നമ്മൾ റിസ്ക് എടുത്ത് ചെയ്ത് അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വന്നത് ചിലപ്പം ഈ പറയുന്ന ഇവൻച്വലി അഡ്വർടൈസിങ് ഒരു നമ്മുടെ ഓപ്പോസിറ്റ് ഡിസിഷൻ മേക്കേഴ്സ് എന്ന് പറഞ്ഞ് കുറച്ച് പേരുണ്ടാവും. അതിൽ ക്രിയേറ്റീവായിട്ട് അതിൻ്റെ സ്കോപ്പും അതിൻ്റെ ഡെപ്തും
അതെത്രമാത്രം ആ ബ്രാൻഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യും എന്ന് മനസ്സിലാക്കുന്ന ഒരു കൂട്ടം ആൾക്കാരും അതൊന്നും മനസ്സിലാക്കാതെ അവരുടെ ഇമീഡിയറ്റ് ബോസിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി വെറുതെ പെരിഫറലായിട്ട് സംസാരിക്കുന്ന മാർക്കറ്റിംഗ് ഹെഡ്സിനെയും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന ആദ്യം പറഞ്ഞ കാറ്റഗറിയിൽ ഒരാളാണ് ഹരിത് എന്നൊക്കെ പറയുന്ന വോഡഫോണിൻ്റെ, ഹി വാസ് ഹെഡ് ഓഫ് വോഡഫോൺ ഗ്ലോബലി. അവർക്കൊക്കെ നമ്മളൊരു വളരെ ഡിഫിക്കൽട്ടായിട്ടൊരു ബ്രീഫ് പറയുന്ന സമയത്തൊക്കെ ഭയങ്കരമായിട്ടുള്ള നമ്മളെ ട്രസ്റ്റ് ചെയ്ത് നമുക്ക് ആ സ്പേസും വേണ്ട കാര്യങ്ങളും ചെയ്തു തരുന്ന അവർക്ക് അതിൻ്റെ വിഷൻ ഉള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് പല ബ്രാൻഡും ഗ്രോ ചെയ്യുന്നത്. ഈ പറഞ്ഞ പോലെ പല സമയത്തും വർക്ക് ചെയ്യാതെ വന്ന സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. കാര്യം ഇവൻച്വലി വെൻ യു മേക്കിംഗ് എ ഫിലിം ഇറ്റ്സ് ജസ്റ്റ് നോട്ട് മീ. ഇപ്പോൾ ഞാനുമായിട്ട് ബന്ധപ്പെട്ട് ഇനി അഡ്വർടൈസിങ് ക്യാമ്പയിൻ അതിൻ്റെ അകത്ത് നല്ലതും ചീത്തയും എസ്പെഷ്യലി സക്സസ്ഫുൾ ക്യാമ്പയിനൊക്കെ എനിക്ക് ഒറ്റയ്ക്ക് ക്രെഡിറ്റ് എടുക്കാൻ പറ്റുകയില്ല. കാര്യം നമ്മളൊരു ഫിലിം ചെയ്യുമ്പോൾ എത്രയോ പേര് വന്നു ചേർന്നത്. പ്രൊഡക്ഷൻ ഡിസൈനേഴ്സിൻ്റെ ഐഡിയാസ് ഉണ്ടാവും, ആക്ടേഴ്സ് അവസാന നിമിഷം കൊണ്ടുവരുന്ന ചില കാര്യങ്ങളുണ്ടാവും. ഈവൻ വിൻസ്മേരയുടെ ഞാൻ ലാലേട്ടൻ്റെ അടുത്ത് പറഞ്ഞ ആ തിൻ ലൈനിൽ നിന്നും നമ്മൾ വെളിയിൽ പോകരുത്. വെൻ യു പെർഫോം യു കാൻ ജസ്റ്റ് ഗോ ഓവർ ദി ലൈൻ, ജസ്റ്റ് ഇൻ ബിറ്റ്വീൻ ആ ഒരു സ്പേസിൽ നിന്നില്ലെങ്കിൽ ഇത് കയ്യിൽ നിൽക്കില്ല. ഞാൻ സ്പെസിഫിക്കലി മുദ്രകളൊന്നും ലാലേട്ടൻ്റെ അടുത്ത് പറഞ്ഞു കൊടുത്തിട്ടില്ല. ഞാൻ പറഞ്ഞ കാര്യം ഇത് വേറെ ഇതുണ്ടാവുന്നൊരു ബോഡി ലാംഗ്വേജിൻ്റെ മൂഡും അവസ്ഥയും ചില സമയത്ത് നിൽക്കുകയും ചില സമയത്ത് ഇരിക്കുകയും ഒക്കെയാണ്. അത് അദ്ദേഹമായിട്ട് കൊണ്ടുവന്ന വളരെ ഫ്ലൂയിഡായിട്ടുള്ള, അദ്ദേഹത്തിന് മാത്രം ചെയ്യാൻ പറ്റുന്ന, അത് വളരെ ഗ്രേസ്ഫുൾ ആക്കും എന്നെനിക്ക് വിശ്വാസമുള്ളതുകൊണ്ട് ഒരു ആക്ടർ കൊണ്ടുവരുന്ന ചില കാര്യങ്ങൾ അങ്ങനെ അത് നമ്മുടെ ഓഫീസിൽ നമ്മുടെ അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സ് ആയിരിക്കാം, ഒരു മ്യൂസീഷ്യൻ ആയിരിക്കാം, സൗണ്ട് റെക്കോർഡ് ചെയ്യുന്ന സൗണ്ട് എഞ്ചിനീയർ ആയിരിക്കാം, കുറേ പേര് ചേർന്നാണ്. അപ്പോൾ എല്ലാവരും കൂടെ ചേർന്ന് വർക്ക് ചെയ്യുന്നൊരു പ്രോസസ്സിൽ ചില സമയത്ത് കയ്യിൽ നിൽക്കാത്ത അവസ്ഥ വരും. അത് നമുക്ക് മനസ്സിലാവും. അതിൻ്റെ ഒരു പകുതി ആകുമ്പോഴത്തേക്ക് ഇത് കയ്യിൽ കിട്ടുന്നില്ല എന്ന് പിടികിട്ടും. നമുക്ക് കൺട്രോളും ഇല്ല ആ സമയത്ത്. അതൊക്കെ സംഭവിക്കാവുന്ന കാര്യങ്ങളാണ്. പിന്നെ ആദ്യം ചോദിച്ച ചോദ്യം എന്താണ്? ചൈൽഡ്ഹുഡ് മെമ്മറി. ഓഫ് കോഴ്സ് ഞാൻ എൻ്റെ കുട്ടികളുടെ എപ്പോഴും ഞാൻ പറയുന്ന കാര്യമാണ്. കാര്യം ഐ ഹാഡ് എ റിയലി വെരി റിച്ച് ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ്. വെൻ ഐ മീൻ റിച്ച്, നോട്ട് ഫിനാൻഷ്യലി റിച്ച്, എക്സ്പീരിയൻസ് വൈസ്. കാര്യം ഞാനിവിടെ ജനിച്ച് വളർന്ന് ഭൂരിഭാഗവും ചേർത്തലയും ആലപ്പുഴയും ഒക്കെ. അപ്പം ധാരാളം ഈ പറയുന്ന നേച്ചറുമായിട്ട് ബന്ധപ്പെട്ട് മരവും മാങ്ങയും ചക്കയും തേങ്ങയും പുഴയും കടലും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ടിപ്പിക്കലായിട്ടുള്ള കാര്യത്തിൻ്റെ വാല്യൂ അത് തന്നെയാണ് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്നത്. എൻ്റെ ആ സമയത്ത് എൻ്റെ കൂട്ടുകാരും എൻ്റെ ചുറ്റുപാടും ഞാൻ കൊണ്ട തല്ലും ചീത്തയും ഇതൊക്കെ തന്നെയാണ് എന്നെ ബിൽഡ് ചെയ്തതും. അത് തന്നെയാണ് ഇൻഫാക്റ്റ് അത് റിഫ്ലക്റ്റ് ചെയ്ത് വരുന്ന പല സമയത്തും എനിക്കൊരു പ്രോബ്ലം ക്രിയേറ്റീവ്ലി ഉണ്ടാകുമ്പം എൻ്റെ സൊല്യൂഷനൊക്കെ ഞാൻ അറിഞ്ഞോ അറിയാതെയോ വരുന്നതൊക്കെ അവിടെ നിന്നാണ്. പല സമയത്തും എൻ്റെ മേ ബി ഭയങ്കര ഫാഷനബിളായിട്ടായിരിക്കും ചിലപ്പോൾ ചില ഫിലിം, മേ ബി ഞാനത് ഇറ്റലിയിലായിരിക്കും ഷൂട്ട് ചെയ്തിരിക്കുക, പക്ഷെ അതിൻ്റെ ക്രക്സ് എൻ്റെ ചൈൽഡ്ഹുഡ് ആയിരിക്കും. അത് മേ ബി ആൻ അഡൾട്ട് മൈറ്റ് ബി പെർഫോമിങ്, പക്ഷേ ആ ഇമോഷൻ എപ്പോഴോ എൻ്റെ പഴയ കാലത്ത് നടന്നതായിരിക്കണം. പക്ഷെ ആ കോണ്ടെക്സ്റ്റിൽ ആയിരിക്കില്ല ഷൂട്ട് ചെയ്തിരിക്കുക. തീർച്ചയായിട്ടും ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ അത് തന്നെയാണ്. യെസ്, കാര്യം എനിക്ക് തോന്നുന്നു നമ്മളെ ബിൽഡ് ചെയ്യുന്നത് നമ്മുടെ ചൈൽഡ്ഹുഡാണ്. ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് തന്നെയാണ് നമ്മുടെ ക്യാരക്ടറിനെ ബിൽഡ് ചെയ്യുന്നത്. അത് നെഗറ്റീവായാലും പോസിറ്റീവായാലും എന്തായാലും. ഐ ജസ്റ്റ് വാണ്ടഡ് ടു ആസ്ക് വൺ ക്വസ്റ്റ്യൻ. സാറ് ഇപ്പം നേരത്തെ പറഞ്ഞ മാതിരി തന്നെ സാറിൻ്റെ ആഡ്സിലെല്ലാത്തിലും സാറിൻ്റെ നോസ്റ്റാൾജിയ ആൻഡ് ഓൾ ഓഫ് ദ മെമ്മറീസ് ദാറ്റ് ഹവ് ബെൻ ത്രൂ അതെല്ലാം സാർ അതിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. സോ ഇൻ ദ അപ്കമ്മിങ് ഫ്യൂച്ചർ ഫോർ ദ കമ്മിങ് ജനറേഷൻ ഈ പുതിയ കുട്ടികളുടെ മെമ്മറീസ് അല്ലല്ലോ നമ്മളുടെ മെമ്മറീസ്. സോ ഹൗ ഡു യു തിങ്ക് ദാറ്റ് യു കുഡ് കണക്ട് വിത്ത് ദെം? കാരണം ആ nostalgia is never their nostalgia. So how do you think that you can connect with their memories for the upcoming projects? Brilliant question. കാര്യം it's a tough one. അത് നമ്മൾ കോൺസ്റ്റൻ്റ്ലി വർക്ക് ചെയ്തില്ലെങ്കിൽ അത് മനസ്സിലാവില്ല. കാര്യം ഈ പറഞ്ഞ പോലെ തന്നെ എൻ്റെ കുട്ടികളുമായിട്ട് ചില സമയത്ത് ഇപ്പം എനിക്ക് അവരുടെ ഭാഷ പോലും ഇപ്പം മനസ്സിലാവാറില്ല. അപ്പോൾ അവരെന്നെ ഭയങ്കരമായിട്ട് എന്നെ കളിയാക്കും. അവരുടെ ലാംഗ്വേജ് എനിക്ക് പിടികിട്ടുന്നില്ല. അവരുദ്ദേശിക്കുന്ന പുതിയ വാക്കുകൾ
ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ മാക്സിമം ഞാൻ ചെയ്യുക, അതിനൊക്കെ പരിമിതികളുണ്ട്. ഞാൻ അവരുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ നോക്കും മാക്സിമം. അത് അവരാണെങ്കിലും അവരുടെ കൂട്ടുകാരാണെങ്കിലും അല്ലെങ്കിൽ യങ്സ്റ്റേഴ്സുമായിട്ട് മാക്സിമം ഞാൻ അതുമായിട്ട് ഇഴുകിച്ചേരാനും അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും മനസ്സിലാക്കാൻ പറ്റുമോ എന്ന് ശ്രമിക്കാറുണ്ട്. അതിനൊക്കെ പക്ഷെ പരിമിതികളുണ്ട്. ഇറ്റ് ഈസ് നോട്ട് ഈസി ടു ഗെറ്റ് ദെയർ. പക്ഷെ ശ്രമം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇൻഫാക്ട് മോസ്റ്റ് ഓഫ് ദി ടൈം ഞാനൊരു ഒരു ആശയം ചിന്തിക്കുന്ന സമയത്തോ ഞാൻ വളരെ ഡീറ്റെയിൽഡായിട്ട് എൻ്റെ ടീം മെമ്പേഴ്സ് ആയാലും അതെൻ്റെ സ്റ്റുഡിയോയിലാണെങ്കിലും ഷൂട്ടിംഗ് ലൊക്കേഷനിലാണെങ്കിലും നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് സൗണ്ട് ഡിസൈൻ, മ്യൂസീഷ്യൻസ് ഒക്കെ ഞാൻ മോസ്റ്റ്ലി ഐ മേക്ക് ഷുവർ ദാറ്റ് ദ യങ്ങർ ജനറേഷൻ ഇസ് ദെയർ വിത്ത് മീ. കാര്യം അവിടെ നമ്മളൊരു കഥ കടച്ചിട്ട് ഒരു കാര്യമില്ല. കാര്യം കഥക് തുറന്നിട്ടേ പറ്റൂ, എവിടെ നിന്നാണ് എന്താണ് വരുന്നത്. ബട്ട് വൺ തിങ് ഐ നോ, ഡെഫിനറ്റ്ലി പ്രൗഡ്ലി ഐ ക്യാൻ സേ ഐ എം ക്വൈറ്റ് ഷാർപ്പ്. എൻ്റെ പുറകിൽ നിന്ന് പോലും ആരെങ്കിലും എന്തിനെപ്പറ്റി രഹസ്യം പറഞ്ഞാൽ പോലും ഞാൻ പിടിക്കും. അതിലെന്തെങ്കിലും ഉണ്ടല്ലോ. കാര്യം ഇപ്പോൾ ലൗഡായിട്ട് പറയണ്ടെന്ന് പറഞ്ഞാൽ അവിടെ രഹസ്യം ഒരു ഐഡിയ പറഞ്ഞാൽ എന്താ പറഞ്ഞാൽ എനിക്കൊരു നാണക്കേടുമില്ല. ഞാൻ അങ്ങനെ അതെടുത്തിടാറുണ്ട്. അത് ചിലപ്പോൾ ഒരു ഷോർട്ടായിരിക്കാം, ചിലപ്പോൾ ഒരു സീക്വൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു മ്യൂസിക് ആയിരിക്കാം. ഞാൻ പറയുന്നത് ഇപ്പോൾ എൻ്റെ കുട്ടികൾ പ്ലേ ചെയ്യുന്ന മ്യൂസിക് അൺബിലീവബിൾ ആണ് ആ ജനറേഷൻ. മൈ ബോയ്സ് ആർ ട്വിൻ ബോയ്സ് ആൻഡ് ദ 20 years old. they've gone abroad to study. പക്ഷേ മോസ്റ്റ് ഓഫ് ദി ടൈം ഇൻഫാക്ട് അവർ കേൾക്കുന്ന മ്യൂസിക് ആൻഡ് ബിക്കോസ് എനിക്ക് അതിൽ ഇൻട്രസ്റ്റിംഗ് ആയതുകൊണ്ട് അവർ കോൺസ്റ്റൻ്റ്ലി എനിക്ക് അയച്ചു തന്നുകൊണ്ടിരിക്കും. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഇറ്റ്സ് ക്വൈറ്റ് എക്സൈറ്റിംഗ് ടു നോ ഈ ജനറേഷൻ ഇസ് സോ റൂട്ടഡ് ദാൻ ആസ്. കാര്യം അവർ 70s 80s കേട്ടിട്ട് അവർ പറഞ്ഞു ദാറ്റ്സ് എ ബെറ്റർ മെലഡി ദെൻ എന്നൊക്കെ പറയുന്ന ജനറേഷനാണ്. അപ്പോൾ നമുക്കൊന്നേ അറിയണ്ടായിരുന്നു, അവൾക്ക് ഒരു സ്പെക്ട്രം ഓഫ് നോളജ് മോസ്റ്റ് ഓഫ് യങ്ങർ ജനറേഷൻ. സോ അതിൻ്റെ അകത്ത് ഞാൻ ശ്രമിക്കുന്ന കാര്യം മാക്സിമം ഇൻട്രാക്ട് ചെയ്യാനും ഇൻവോൾവ് ചെയ്യാനും ശ്രമിക്കുക. ഇപ്പോൾ ഞാനിവിടെ വന്ന് കയറിയിരിക്കുന്ന സമയത്ത് തന്നെ ഇൻഫാക്ട് ഞാനൊരു 3-4 പ്രാവശ്യം ഞാൻ പറഞ്ഞ കാര്യം ഇവരുടെ അടുത്തൊക്കെ അതായിരുന്നു. ഒരു യങ് ബഞ്ച് ഓഫ് 15-20 members ഹൂസ് ഓർഗനൈസിങ് ഓൾ ദിസ്. ഇതിൻ്റെ ആർട്ട്, ഇതിൻ്റെ പുറകിലുള്ള കാര്യങ്ങൾ, എഡിറ്റ്, അങ്ങനെ ഒരു ബഞ്ച് ഓഫ് യങ്സ്റ്റേഴ്സിനെ ഞാൻ കണ്ടു. പറഞ്ഞു ഞാൻ ആദ്യം പറഞ്ഞ കാര്യം എന്തൊരു രസമായിരിക്കും ഇൻഫാക്ട് ഇവരുമായിട്ട് ജസ്റ്റ് ഇൻവോൾവ് ചെയ്ത് ഈ ടീമിൻ്റെ കൂടെ ഇതുമായിട്ട് ഇൻവോൾവ് ചെയ്ത് നടക്കുക എന്ന് പറയുന്ന കാര്യം. അതിനൊക്കെ നമുക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടും. ഹൈ എനർജി. ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യം ആ ജനറേഷൻ ആ ഏജിൽ ഇന്നസെൻസ് മാത്രമേ ഉള്ളൂ, അവർക്ക് ഭയമില്ല. എൻ്റെയൊക്കെ സ്റ്റേജിൽ ധാരാളം എക്സ്പെക്റ്റേഷൻ. ഇപ്പോൾ ഒരു ക്ലയൻറ്റ് ലാർജ് എമൗണ്ട് ഓഫ് മണി ബ്ലോക്ക് ചെയ്ത് അഡ്വർടൈസിങ് ക്യാൻ ബി ക്വൈറ്റ് എക്സ്പെൻസീവ് സംടൈംസ്. അപ്പോൾ അത് ബ്ലോക്ക് ചെയ്ത് ആ സമയമെടുത്ത് നമ്മുടെ ടൈം ബ്ലോക്ക് ചെയ്ത് നമ്മുടെ അടുത്ത് വരുന്നതിന് കാരണമുണ്ട്. എപ്പോഴും നമ്മുടെ അടുത്തോട്ടൊരു വർക്ക് വരുന്നതാണ് എൻ്റെ എപ്പോഴും. കാരണം അതിനൊരു സ്പേസ് കിട്ടും. പക്ഷെ അതിനൊരു കാരണമുണ്ട്. ആ കാരണം എക്സ്പെക്റ്റേഷനും കൂടിയാണ്. അപ്പോൾ അതിലുള്ളൊരു ബാഗേജ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ എങ്ങനെയാണ് തിരിഞ്ഞൊരു ഈ പറയുന്ന ഏജ് ഗ്രൂപ്പിലുള്ള ഒരു ഇന്നസെൻസിലോട്ട് നമ്മൾ പോകാൻ മാത്രമേ നമുക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള തോട്ട് പ്രോസസ്സായിട്ട് വരാൻ പറ്റുള്ളൂ. അപ്പം അത് കോൺസ്റ്റൻ്റ്ലി ശ്രമിക്കുക എന്നുള്ള അല്ലാതെ വേറൊന്നും സാധ്യമല്ല. താങ്കൾ വളരെ കാലം പരസ്യ ചിത്രങ്ങളുടെ ഒരു മേഖലയിൽ പ്രവർത്തിച്ചു. ഒരുപാട് മികച്ച പരസ്യ ചിത്രങ്ങളുടെ സ്രഷ്ടാവ് കൂടിയായി. പക്ഷേ കഴിഞ്ഞ വർഷം ഈ പറഞ്ഞ മാതിരി ഒരു സർപ്രൈസ് പോലെയായിരുന്നു ഒരു സിനിമയിലൊരു കഥാപാത്രമായിട്ട് വന്നത്. അപ്പോൾ താങ്കൾ ചെയ്തുകൊണ്ടിരുന്ന ഒരുപാട് പരസ്യ ചിത്രങ്ങൾ, അതിലെ കഥാപാത്രങ്ങൾ, സാഹചര്യങ്ങൾ, അഭിനേതാക്കൾ, ഇവരിൽ നിന്നൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾ താങ്കളുടെ ഒരു നടൻ എന്ന രീതിയിൽ വന്നപ്പോൾ അതിൽ ഇൻഹെറിറ്റ് ചെയ്യാൻ പറ്റിയിരുന്നു, അങ്ങനത്തെ എന്തെങ്കിലും ഒരു എക്സാമ്പിൾസ് പറയാൻ പറ്റുമോ? അതുപോലെ നമ്മളിപ്പോൾ ഈ സമ്മിറ്റ് ഓഫ് ഫ്യൂച്ചറിലാണ്. ക്യാൻ വി ലുക്ക് ഫോർവേഡ് ഇൻ ദ ഫ്യൂച്ചർ ഫോർ ബെറ്റർ റോൾസ് ആൻഡ് ക്യാരക്ടേഴ്സ് ലൈക്ക് ജോർജ് സാർ? ഐ ഡോണ്ട് നോ. അത് കാര്യം ഓഫ് കോഴ്സ് ലോട്ട് ഓഫ് ആക്ടേഴ്സ്, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആക്ടേഴ്സ്, ഈവൻ ക്യാരക്ടർ ആക്ടേഴ്സ് ഇൻ ബോളിവുഡ് അല്ലെങ്കിൽ വലിയ നടന്മാരും ഒക്കെ ധാരാളം എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഐ ഡോണ്ട് നോ അവിടെ നിന്നൊക്കെ എന്തെങ്കിലും വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. കാര്യം ചിലപ്പോൾ ചില രീതികളും ഒക്കെ. പക്ഷേ ഞാൻ ഈ കടന്നു പോയ എക്സ്പീരിയൻസ് തുടരുമിൽ കംപ്ലീറ്റ്ലി അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. ഞാൻ ആസ് എ ഫിലിം മേക്കേഴ്സ് വെരി ഡീറ്റെയിൽഡ് വിത്ത് മൈ ആക്ടേഴ്സ്. അത് ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ടായിരിക്കും ഞാൻ പല സമയത്തും ബ്രീഫ് ചെയ്യുക. അതായത് ചെറിയൊരു വിരലിൻ്റെ മൂവ്മെൻറ്റോ
അല്ലെങ്കിൽ ഇരിക്കുന്ന പൊസിഷനോ. കാര്യം ഞാൻ എപ്പോഴും ബിലീവ് ചെയ്യുന്നൊരു കാര്യം, കമ്മ്യൂണിക്കേഷൻ ഭയങ്കര ഷാർപ്പാണ്. നമ്മളൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ചില സമയത്ത് സൈലൻസിലൂടെ, നമ്മുടെ കണ്ണുകളിലൂടെ നമ്മൾ പാസ് ചെയ്യുന്ന എനർജി, ഞാൻ പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന് എൻ്റെ അടുത്തിരിക്കുന്ന മനുഷ്യന് മനസ്സിലാവും ഞാനൊന്നും സംസാരിച്ചില്ലെങ്കിൽ. ആനിമൽസ് ദേ ഡോണ്ട് ടോക്ക്, പക്ഷേ അല്ലേ, ദേ ഫീൽ, ദേ കമ്മ്യൂണിക്കേറ്റ്. അതെങ്ങനെയാണ് നമ്മൾ അധികം സംസാരിക്കാതെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുക എന്ന് എന്നെ എപ്പോഴും ഫാസിനേറ്റ് ചെയ്ത കാര്യങ്ങൾ. അപ്പോൾ ഞാൻ ഭയങ്കര ഡീറ്റെയിൽഡായിട്ടായിരിക്കും. എനിക്ക് എൻ്റെ ആക്ടേഴ്സ് വല്ലാതെ സംസാരിക്കുന്നതൊന്നും എൻ്റെ ഫിലിംസിൽ ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ വളരെ മിനിമൽ കോൺവെർസേഷനിലായിരിക്കും ഡയലോഗ്സ് ആൻഡ് മോസ്റ്റ്ലി ഈ പറയുന്ന എനർജി, ബോഡി ലാംഗ്വേജിലൊക്കെ. അപ്പം ഞാൻ ഡീറ്റെയിൽഡായിട്ട് പറയുന്ന ഒരാളാണ്. പക്ഷെ അതൊക്കെ എങ്ങനെയായിരിക്കും, ഞാനൊരു വേറൊരു സെറ്റിൽ പോയി വേറൊരു സംവിധായകൻ എൻ്റെ അടുത്ത് ഒരു കാര്യം, ഒരു സിറ്റുവേഷൻ ബ്രീഫ് ചെയ്യുന്ന സമയത്ത് അത് നമ്മൾ ഉൾക്കൊണ്ട് അതിനനുസരിച്ച് നമ്മൾ ചെയ്യുക എന്നുള്ള ഒരു പ്രോസസ്സിൽ. അപ്പം എന്തെങ്കിലും വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ പെട്ടെന്ന് ലാസ്റ്റ് മിനിറ്റ്, ഞാനൊരു 20 days തുടങ്ങുന്ന സമയത്ത് ഞാൻ പറഞ്ഞു എനിക്ക് വരാൻ സാധിക്കില്ല, ഇന്ന ദിവസം കഴിഞ്ഞിട്ടാണെങ്കിലേ പറ്റുള്ളൂ. കാര്യം രാജസ്ഥാനിൽ ഞാൻ ഏത്തറിന് പറയുന്നൊരു ബ്രാൻഡ് വർഷങ്ങളായിട്ട് ഞാൻ അവർ തുടക്കം തൊട്ട് അസോസിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ വലിയൊരു ഷൂട്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ടേ വരുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഞാൻ നേരെ ലാൻഡ് ചെയ്ത്, അന്ന് വൈകുന്നേരം ഷൂട്ടിങ്ങാണ്, വലിയ സീൻ. മണിയമ്പിള്ള രാജശേഖരനും ശോഭനയും കുറേ ആക്ടേഴ്സൊക്കെ ആയിട്ട് രാത്രി മഴയത്ത് കുടയൊക്കെ പിടിച്ച്, ഇപ്പോൾ മഴയത്തെന്ന് പറഞ്ഞാൽ കുട എന്ന് പറഞ്ഞാൽ ലൈറ്റ് ഉണ്ടാവും. അപ്പോൾ ഈ ലൈറ്റ് എന്ന് പറഞ്ഞാൽ കുട നമ്മൾ മാറിക്കഴിഞ്ഞാൽ രാജശേഖരൻ്റെ മുഖത്ത് ലൈറ്റ് വീഴില്ല. അപ്പോൾ കുട കുറച്ച് മാറ്റി തന്നെ പിടിക്കണം. ഒരു സ്ഥലത്തല്ല നിൽക്കുന്ന, പല സ്ഥലത്താണ്. ആ സമയത്തൊക്കെ മഴ, ലൈറ്റ്, രാജുചേട്ടൻ, ശോഭന, പിന്നെ 2 പേജ് ഡയലോഗും. നേരെ എടുത്ത് ചാടിയയിലോട്ട് പോകുമ്പോൾ ആ സമയത്ത് ഇൻഫ്ലുവൻസ് വേറെ എവിടെ നിന്ന് വന്നോന്നും അറിയാൻ പറ്റില്ല. ആദ്യം തന്നെ ലൈൻ എങ്ങനെയും പറഞ്ഞ് തീർക്കണം. അതൊന്ന്. 2, ഇതിൻ്റെ ഇടയ്ക്കുള്ള ഇമോഷൻ വരണം. അപ്പോൾ ഈ സമയത്തൊക്കെ എനിക്ക് ഓർമ്മയുള്ളൊരു കാര്യം, അത് ലാലേട്ടൻ്റെ കൂടെയാണെങ്കിലും സ്പെസിഫിക്കലി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വണ്ടിയുടെ പുറകിൽ ആ ഡെഡ് ബോഡി ഉണ്ടെന്ന് പറയുന്നത്, ഈ പറയുന്ന ബാക്കി 3 പേർക്കും വണ്ടിയിലിരിക്കുന്നവർക്ക് ഡയലോഗില്ല. രാത്രി 2:30-3 മണിക്കൊക്കെയാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ കുറേ കഥ ഞാൻ അവിടെ ഇരുന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. പോലീസുകാരല്ലേടാ, പോലീസുകാർക്ക് കൂട്ട് വയ്ക്കണ്ടേ, നമ്മുടെ സുധീഷിൻ്റെ പെങ്ങളുടെ കല്യാണം അല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇടയ്ക്ക് ലൈൻ മറന്നു പോവും. അപ്പോൾ മറന്നു പോകുന്ന സമയത്ത് ലൈൻ ആലോചിച്ചോണ്ടിരിക്കുക സുധീഷിൻ്റെ. അപ്പോൾ ഈ ഗ്യാപ്പൊക്കെ, അപ്പോൾ ആ സമയത്ത് എന്തെങ്കിലും അപ്പം ലൈൻ ആലോചിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇടുക. ഇങ്ങനത്തെയൊക്കെ പ്രോസസ്സിൽ കൂടെ കടന്നുപോയി. അത് കഴിഞ്ഞപ്പോൾ എല്ലാവരും നല്ല എന്നൊക്കെ പറയുന്നുണ്ട്, കൈ കൊട്ടുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് എന്തെങ്കിലും വന്നോന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഐ എൻജോയ്ഡ് ദ പ്രോസസ് thoroughly. അബ്സല്യൂട്ട്ലി. അതുകൊണ്ട് ഞാൻ എൻജോയ് ചെയ്ത് അതുകൊണ്ട് തന്നെ ഇൻഫാക്റ്റ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാതെ വന്നതാണ്. ഭീകരമായിട്ട് ആ പ്രോസസ്സ് ഞാൻ എൻജോയ് ചെയ്തു ഇപ്പുറത്ത് നിൽക്കുമ്പോൾ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് മനീഷൻ ആദ്യമായിട്ട് ഞാൻ ഇൻ്റർവ്യൂ ഇൻഫാക്റ്റ് മനീഷിൻ്റെ കൂടെയാണ് ചെയ്തത്. അപ്പോൾ മനീഷ് ഈ ചോദ്യം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും ചെയ്യും. പക്ഷേ കുറേ കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യണമെന്ന് ഇനിയും ആഗ്രഹമുണ്ട്. പരസ്യം, അഡ്വർടൈസിങ് എന്ന് പറയുന്ന ഫോമാറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാര്യം ആ സ്പേസിൽ ഞാൻ ഒരു സമയത്ത് ചിന്തിച്ച കാര്യം ഇതിൽ കഥ പറയാൻ പറ്റുമെന്നും ഇതിൽ നമുക്ക് സാധാരണക്കാരെ ഒരു സിനിമ പോലെ ഉപയോഗിച്ച് പെർഫോം ചെയ്യാമെന്നും ഇമോഷൻ ചെയ്യാൻ പറ്റുമെന്നും ഞാൻ വളരെ ഡിഫിക്കൽട്ടായിരുന്നു ആ സമയത്ത്. അത് പ്രൂവ് ചെയ്തു, അത് വർക്ക് ചെയ്തു, പല ബ്രാൻഡുകൾ രജിസ്റ്ററായി ഡെവലപ്പായി. അപ്പോൾ ഇനിയും ധാരാളം അതിൽ ചെയ്യാനുണ്ട്. ഒരു സിനിമ ചെയ്യണം, അതിൻ്റെ പ്രോസസ്സിലാണ്. അഭിനയിക്കുകയും വേണം. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ എൻജോയ് ചെയ്യും എന്ന് തോന്നുന്ന സ്റ്റോറിയോ അല്ലെങ്കിൽ ടീം വർക്കോ എനിക്കതിനായിട്ട് സമയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും. ഇപ്പോൾ കറൻ്റ്ലി ഞാൻ ശരിക്കും റെസ്പെക്റ്റ് ചെയ്യുന്ന ഭയങ്കര ഇൻട്രസ്റ്റിംഗ് റൈറ്ററും ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് എഴുതുന്ന ഫിലിം മേക്കറൊക്കെ ആയിട്ട് നിങ്ങൾക്കറിയാവുന്ന രഞ്ജിയേട്ടൻ്റെ ഫിലിമിൽ ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു. അതെ, ഐ എം എൻജോയിങ് ദി പ്രോസസ്. സക്സസ് ഒന്നും നമുക്കറിയില്ലല്ലോ, അതൊട്ടിനും അറിയില്ല, ഈ പറയുന്ന ക്യാമ്പയിനൊന്നും അറിയില്ല. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മാക്സിമം ഇൻവോൾവ് ചെയ്യുക. എന്ത് തന്നെ നമ്മൾ ജീവിതത്തിൽ ചെയ്യുമ്പോൾ ആ സമയത്ത് ഇൻവോൾവ് ചെയ്യുക. അതിൻ്റെ റിസൾട്ടൊക്കെ ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക്
ആ ചെയ്യുന്ന സമയത്ത് എത്രമാത്രം നമുക്ക് എൻജോയ് ചെയ്യാന്നുള്ളത്, അതാണ് ഇപ്പോൾ കറൻ്റ്ലി ഞാൻ ചെയ്യുന്ന ആ സിനിമയിലും. അപ്പോൾ ഐ എം എൻജോയിങ് ദി പ്രോസസ് വിത്ത്. അതായത് ഫസ്റ്റ് ഫിലിം വിത്ത് ലാൽ സാർ, സെക്കൻഡ് ഫിലിം മമ്മൂക്ക. അതായത് ഇപ്പം ഈ ലൊക്കേഷനിൽ മമ്മൂക്ക വരുന്നതുകൊണ്ട് അതിൽ ഇതില്ല, എന്താണ് സർപ്രൈസ് ഇല്ലല്ലോ. കരിക്കാമുറി ഷൺമുഖൻ. അതെ അത് ഭീകര വളരെ വളരെ വലിയ ഭാഗ്യമാണ്. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അദ്ദേഹം ഞങ്ങൾ 2-3 ദിവസം എന്നെ സംബന്ധിച്ച് ഭയങ്കര എൻജോയബിൾ ആയിട്ടുള്ള പ്രോസസ്. അപ്പോൾ അതിൻ്റെ അകത്തൊരു സിറ്റുവേഷൻ ഞാനും മമ്മൂക്കയും ഒരു ഫ്രെയിമിൽ 2 സൈഡിൽ നിന്ന് വരുന്ന സമയത്ത് ആ ഷോട്ട് എടുത്ത റിഹേഴ്സൽ കഴിഞ്ഞ ശേഷം നമുക്ക് നമുക്ക് എന്താണെന്ന് എനിക്കറിയില്ല, ഭയങ്കര ഒരു ഡ്രീം പോലെ, ഒരു സ്വപ്നം പോലെ. അപ്പോൾ കഴിഞ്ഞ സിനിമ ഇപ്പം മമ്മൂക്കയുടെ കൂടി ഇത് ഇങ്ങനെയൊരു ഷോട്ട്. അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറയുന്നത്, ഞാൻ ഇപ്പോഴും സ്വപ്നം ആണെന്ന് വിചാരിച്ചിരിക്കുകയാണ് ജീവിതം. അത് എന്തൊരു ബ്യൂട്ടിഫുള്ളാണ്, എന്തൊരു ഡെപ്തുള്ള ലൈനാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പോഴും സ്വപ്നത്തിലാണെന്ന് വിശ്വസിക്കുകയാണെന്ന്. അതൊക്കെ എക്സ്പീരിയൻസ് തന്നെയാണ് തീർച്ചയായിട്ടും. ഞാൻ അറിയാതെ വന്ന് ഓഫ് കോഴ്സ് സിനിമയിൽ തന്നെയായിരുന്നു വർഷങ്ങളായിട്ട്, പക്ഷേ ഇങ്ങനൊരവസ്ഥ ഉണ്ടാവുമെന്ന് ഞാൻ എൻജോയ് ചെയ്യുന്നു. അതിൻ്റെ ഏറ്റവും ഇൻഫാക്റ്റ് ഞാൻ അതിൻ്റെ ഏറ്റവും അഡ്വാൻറ്റേജ് എന്നെ സംബന്ധിച്ച് ഭയങ്കര ഞാൻ സന്തോഷിക്കുന്നൊരു കാര്യം, നമ്മൾ ജീവിതത്തിൽ എന്ത് ചെയ്താലും അത് നമുക്ക് അതിൻ്റെ റിയാക്ഷൻ കിട്ടുക എന്ന് പറയുന്നൊരു കാര്യമില്ലേ. അപ്പോൾ എന്നെ സംബന്ധിച്ച് ആ റിയാക്ഷൻ എനിക്ക് ചെറുപ്പം നാൾ തൊട്ടേ, കാര്യം അക്കാഡമിക്കലി അത്ര സ്ട്രോങ് അല്ലാത്തതുകൊണ്ട് ഭയങ്കരമായിട്ട് ഈ പറയുന്ന ചീത്തയൊക്കെ കേൾക്കുന്നുണ്ട്. ആരെങ്കിലും എന്നെപ്പറ്റി 2 വാക്ക് നല്ലത് പറഞ്ഞാൽ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആവും. എനിക്ക് വല്ലാതെ 2 ദിവസമൊക്കെ, ചെറിയ കാര്യമായാലും മതി, 2 ദിവസമൊക്കെ അത് എൻ്റെ മനസ്സിലിങ്ങനെ ഉണ്ടാവും. എൻ്റെ സെൻസ് ഓഫ് ഹ്യൂമർ കൂടും, ഞാൻ വേറൊരു മനുഷ്യനാവും. എന്തെങ്കിലും നല്ല 2 കാര്യങ്ങൾ പറഞ്ഞാൽ മതി. അപ്പോൾ ഈ സിനിമ കഴിഞ്ഞ് ഇത്രയും മെനസിങ് ആയിട്ടൊരു നെഗറ്റീവ് ക്യാരക്ടറായിട്ട് ഞാനുമായിട്ട് ഒരു ബന്ധമില്ലാത്ത പ്രേക്ഷകർ മെയിൽ വഴിയും ഫോൺ കോൾ വഴിയും ടെക്സ്റ്റ് വഴിയൊക്കെ എന്നെ അറിയിക്കുന്ന സ്നേഹം, അത് കഴിഞ്ഞ് ഞാൻ അതിൻ്റെ ത്രില്ലിലാണ്. അത് മാത്രമല്ല, എൻ്റെ ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യം, ഒരു ആഡ് ഫിൽം മേക്കേഴ്സ് നെവർ ഔട്ട് ദെയർ, നോബഡി നോസ്. യു മൈറ്റ് സീ എ ഗ്രേറ്റ് വർക്ക് ബട്ട് യു ഡോണ്ട് നോ ഹൂ ഇറ്റ് ഇസ്. ഫീച്ചർ ഫിലിം പോലെയല്ല. എൻ്റെ ഈ സിനിമ കഴിഞ്ഞിട്ട് ഞാൻ 97 തൊട്ട് തുടങ്ങിയ എല്ലാ ഫിലിംസും ഇൻഫാക്റ്റ് എത്രയോ പേര് കാണുന്നു, എന്നെ മെയിൽ ചെയ്യുന്നു, റിയാക്ട് ചെയ്യുന്നു. ഒരു ഫിലിം മേക്കറിനെ സംബന്ധിച്ച് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യം. സോ ദാറ്റ് ഇസ് ദ ബെസ്റ്റ് തിങ്. ഇൻഫാക്റ്റ് ഞാനൊരു മെയിലും വായിച്ചത്, ഒരു ലെങ്തി മെയിലൊക്കെ. ഞാൻ മനീഷിനൊരിക്കൽ ഒരു മെയിൽ, എനിക്ക് ഒരു കുട്ടി എനിക്ക് അയച്ചു തന്ന മെയിൽ, ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള മെയിൽ, എന്നെ വല്ലാണ്ട് ടച്ച് ചെയ്തു. അത് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ചില ഫിലിമിനെ പറ്റിയും ആൻഡ് ഹൗ ഇറ്റ് ഇൻസ്പയർഡ് ഹിം. ഇതൊക്കെ നമ്മൾ അറിയുമ്പോൾ വല്ലാത്തൊരു സുഖം. അതൊക്കെ അതെ, അതാണ് ബിഗ് സ്ക്രീൻ മാജിക്. ഐ തിങ്ക് ഒരു സ്ക്രീനിൽ വരുന്നൊരു ക്യാരക്ടർ ഒരു സിനിമയുടെ മാജിക് അതാണ്. എത്രയോ വർഷങ്ങളായിട്ട് നമ്മൾ ക്യാനിൽ ഗോൾഡ്, അവിടെ റെഡ് കാർപ്പറ്റിൽ പോകുന്നു, നമ്മൾ വലിയ വലിയ കാര്യങ്ങൾ അഡ്വർടൈസിങ് നടക്കുന്നു. 1-2 ആഴ്ച കഴിയുമ്പോൾ അതൊക്കെ കഴിയുമ്പോൾ നമ്മൾ അടുത്ത ക്യാമ്പയിനുമായിട്ട് വരും. സിനിമയുടെ ഇമ്പാക്റ്റ് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. ഞാൻ പല സമയത്തും പറഞ്ഞില്ലേ, വീട്ടുകാർ പോലും വിളിക്കുന്ന ജോർജ് സാർ. Anyway, yeah. This was truly a Prakash masterclass. Big round of applause. Thank you. ഒരു സ്നേഹോപഹാരം സമർപ്പിക്കുന്നതിനായി ഡോക്ടർ ടോം എം ജോസഫിനെ വേദിയിലേക്ക് സസ്നേഹം ക്ഷണിക്കുന്നു.